ഹലോ മച്ചമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. മച്ചമാരെ, ഇന്ന് ഇത്തിരി നിങ്ങളുടെ കിളി പാറിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കഥ അങ്ങ് പറയട്ടെ. കഥയെക്കുറിച്ച് ചെറിയൊരു ഹിന്റ് ഞാൻ തരാം. സ്പോയിലർ ഒന്നുമില്ല. നമ്മുടെ കഥാനായിക റോസ്ലിൻ പുതിയൊരു ജോലിക്കായിട്ട് ഒരു ആശുപത്രിയിൽ ജോയിൻ ചെയ്യാണ്. എന്നാൽ ഈ ആശുപത്രിയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് അടച്ചുപൂട്ടിയിട്ടിരിക്കുകയാണ്. പക്ഷെ അവിടെ ചില ഫയൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്. അപ്പൊ ആ ജോലി അവൾ ചെയ്യാൻ പോകുന്നത് രാത്രിയിലാണ്. ആ സമയത്താണ് വാർത്തയിലൂടെ റോസ്ലിൻ ഒരു കാര്യം മനസ്സിലാക്കുന്നത്. നഗരത്തിൽ രാത്രി കാലങ്ങളിൽ വെള്ളമുടിയുള്ള സ്ത്രീകളെ വേട്ടയാടി കൊല്ലുന്ന ഒരു സൈക്കോപാത്ത് ഇറങ്ങിയിട്ടുണ്ട്. അവൾ ഈ ഒരു വാർത്തയെല്ലാം കേൾക്കുന്ന അതേ സമയത്ത് തന്നെ ഈ കേസ് അന്വേഷിക്കുന്ന ഒരു പോലീസുകാരൻ ഇടയ്ക്കിടയ്ക്ക് ആ ആശുപത്രിയിലേക്ക് വന്നു പോകുന്നുണ്ട്. കാരണം ഈ കൊലപാതകങ്ങൾ, ഈ അടച്ചുപൂട്ടിക്കിടക്കുന്ന ഈ ആശുപത്രി, ഇതെല്ലാത്തിനും തമ്മിൽ എന്തൊക്കെയോ ചില ബന്ധങ്ങളുണ്ട്. എന്നാൽ അതെന്താണെന്ന് നേരെ കഥയിലേക്ക് പോയി തന്നെ മനസ്സിലാക്കാല്ലേ. അപ്പൊ പോവുകയല്ലേ കഥയുടെ ഈ മായാ ലോകത്തിലേക്ക്. സോ അഗെയിൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സിനിമയുടെ ആരംഭത്തിൽ രാത്രിയിലാണ്. വെള്ളമുടിയുള്ള ഒരു പെൺകുട്ടി ഭയന്ന് വിറച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിനർത്ഥം എന്താണ്? അവളുടെ പിന്നാലെ ആരോ ഒരാൾ വരുന്നുണ്ട് എന്നല്ലേ. എന്നാൽ അതാരാണെന്നൊന്നും കാണിക്കുന്നില്ല. ഈ ഭയന്ന് വിറച്ച് ഈ പെൺകുട്ടി ഓടി ഓടി അവസാനം ഒരു പഴയ ബിൽഡിങ്ങിന്റെ അടുത്തേക്ക് എത്തുന്നുണ്ട്. രക്ഷപ്പെടുത്താനായിട്ട് നിലവിളിച്ച് അവൾ കരയുന്നുണ്ടെങ്കിലും ആ വിളിയൊന്നും ആരും കേൾക്കുന്നില്ല. അധികം വൈകാതെ അവളുടെ അടുത്തേക്ക് എത്തിയ ആ ഒരു കില്ലർ അയാളുടെ ചുറ്റിക വെച്ച് അവളുടെ തലക്കടിച്ച് അവളെ കൊന്നുകളയാണ്. തല പൊട്ടി ചോര പുറത്തേക്ക് ചീറ്റി ആ രക്തം അതിലൂടെ പതിയെ പതിയെ ഒലിച്ചിറങ്ങുകയാണ്. എന്നാൽ നഗരത്തിൽ ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല. ഈ ഇടയായിട്ട് ഇങ്ങനെ ചില കൊലപാതകങ്ങൾ രാത്രിയിൽ നടക്കുന്നുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് നേരെ കഥയിലേക്ക് പോവാം. ഇപ്പൊ വർക്കിംഗ് അല്ലാത്ത ഒരു സൈക്കാട്രിക് ഹോസ്പിറ്റൽ. അവിടെ കുറച്ച് ജോലികളൊക്കെ ചെയ്യാനായിട്ട് കുറച്ച് പേരുണ്ട്. വളരെ കുറഞ്ഞ ആൾക്കാർ മാത്രമേ ഉള്ളൂ. കാരണം ഒരുപാട് വർഷമായിട്ട് ഉണ്ടായിരുന്ന ഒരു ഹോസ്പിറ്റലായിരുന്നു. അവിടെ കുറേയധികം ഫയലും കാര്യങ്ങളൊക്കെ ആകെ അലങ്കോലമായിട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടി ഒരു സ്റ്റാഫിന് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയൊരു സ്റ്റാഫ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. ആളുടെ പേരാണ് റോസ്ലിൻ. റോസ്ലിൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് അവളുടെ തന്നെ സുഹൃത്തായിട്ടുള്ള ബെത്ത് ആയിരുന്നു. ബെത്ത് ഇപ്പോൾ അവിടുത്തെ മാനേജറോട് റോസ്ലിന്റെ കാര്യങ്ങൾ പറയാണ്. റോസ്ലിനോട് ഇപ്പൊ ആ ഒരു മാനേജർ സംസാരിക്കുന്നുണ്ട്. അപ്പൊ റോസ്ലിൻ അവളുടെ ആവശ്യങ്ങൾ പറയണം. സാറേ, പറ്റുവാണെങ്കിൽ എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് മതി, രാത്രിയിൽ ഞാൻ ജോലി ചെയ്തോളാം. ഇപ്പൊ ആ ഒരു മാനേജർ പറഞ്ഞു, അല്ല പെണ്ണെ, നിനക്ക് എന്താ പറ്റിയ? സാധാരണ എല്ലാവരും ചോദിക്കുന്നത് ഡേ ടൈമിലെ ഷിഫ്റ്റ് ആണ്. ആദ്യമായിട്ട് ഒരാൾ വന്ന് എന്നോട് നൈറ്റ് ഷിഫ്റ്റ് ചോദിക്കുന്നത്. ഇതേ സമയത്ത് തന്നെ റോസ്ലിൻ പറയാണ്, സാറേ, എന്റെ സിറ്റുവേഷൻ അതുപോലെ കുറച്ച് മോശമാണ്. എന്റെ ഭർത്താവ് ടാക്സി ഡ്രൈവറാണ്. അദ്ദേഹം രാത്രിയാണ് ടാക്സി ഓടാൻ പോവുക. പിറ്റേന്ന് രാവിലെയാണ് എത്തുക. അപ്പൊ അദ്ദേഹത്തിന്റെ ജോലി രാത്രിയിലും എന്റെ ജോലി പകലും ആയാല് ലൈഫിൽ ഞങ്ങൾ കാണലേ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അദ്ദേഹം നൈറ്റ് ജോലി ചെയ്യുമ്പോൾ എനിക്കും ഇവിടെ വന്ന് നൈറ്റ് ജോലി ചെയ്യാലോ, നൈറ്റ് ഷിഫ്റ്റ് വേണമെന്ന് ഞാൻ പറഞ്ഞു. എന്ന് ഇത് കേട്ട് മാനേജർ പറയാണ്, അല്ല, രാത്രിയിൽ ഇവിടെ ജോലി ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അത് കുറച്ച് റിസ്ക് അല്ലേ? ഇവിടെ ചുറ്റുപാടത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ നീ കേൾക്കുന്നില്ലേ? ചെറിയ രീതിയിൽ അയാൾ ഇപ്പൊ നമ്മുടെ റോസ്ലിനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ നേരം തന്നെ അവിടെ ഉണ്ടായിരുന്ന ബെത്ത് വന്നിട്ട് പറയാണ്, എടാ ഷൊണ്ണേ, നീ എന്തിനാ വെറുതെ ആ പെണ്ണിനെ പേടിപ്പിക്കുന്നത്? അവൾക്ക് നൈറ്റാണ് ജോലി ചെയ്യാൻ താല്പര്യമെങ്കിൽ നിനക്ക് പറ്റുവാണെങ്കിൽ ഒന്ന് റെഡിയാക്കി കൊടുക്ക്. അല്ലെങ്കിൽ പറ, ഞാൻ ഇവൾക്ക് വേറെ ജോലിയാക്കി കൊടുത്തോളാം. ഏയ്, അതിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് റോസ്ലിനെ ഇവിടെ തന്നെ പണി ശരിയാക്കി കൊടുക്കാം. പിന്നെ റോസ്ലിനെ അത്ര പേടിക്കാനൊന്നുമില്ല. ഒരു സെക്യൂരിറ്റി ഗാർഡ് 24 hour ഹോസ്പിറ്റലിന് പുറത്ത് ഉണ്ടാവും. പിന്നെ ഇവിടെ കുറെ CCTV ക്യാമറ അതും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. സോ സേഫ്റ്റിയുടെ വിഷയമൊന്നും ഇല്ല കേട്ടാ. നിനക്ക് നൈറ്റ് ഷിഫ്റ്റ് അല്ലേ വേണ്ടത്? ഓക്കെ, രാത്രി തന്നെ ജോലി ചെയ്തോന്ന് പറയാം. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ അവളൊന്ന് പഠിക്കണ്ടേ. സോ ഈ ഫയലും കാര്യങ്ങളൊക്കെ ഓൾറെഡി റെഡിയാക്കാനായിട്ട് വേറൊരു ലേഡി ഉണ്ടായിരുന്നു. അപ്പൊ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് അവർ ഓരോ കാര്യങ്ങൾ വിശദമായിട്ട് തന്നെ റോസ്ലിന് പറഞ്ഞു കൊടുക്കുകയാണ്. അവൾ അത് കാര്യമായിട്ട് നോക്കി പഠിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ബെത്ത് അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. റോസ്ലിനെ, ഇനിയിപ്പോ നമ്മളെല്ലാവരും പോവാണ്, നീ ഒറ്റയ്ക്ക് ഇവിടെ ഉണ്ടാവുള്ളൂ. ഒരു മടുപ്പൊന്നും വരേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം ഇതേ ഹോസ്പിറ്റലിന്റെ 5ാമത്തെ നിലയിൽ ഒരു ഡോക്ടറും കൂടി ഉണ്ടാവും. അയാളും ഇവിടുത്തെ ഫയലും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് വരിക. അയാൾ രാത്രിയാണ് വരിക. ഇനി അഥവാ വല്ല ബോറടിയൊക്കെ ഉണ്ടായാൽ അയാളുടെ അടുത്തേക്ക് പോയിട്ട് കുറച്ചു നേരം സംസാരിച്ചിട്ടൊക്കെ വന്നു കേട്ടോ. ഇതിനുശേഷം എല്ലാവരും പോകുന്നുണ്ട്. അന്ന് രാത്രിയായി. ഇനി രാത്രിയിൽ അവൾ ഒറ്റയ്ക്കാണ് ഈ ജോലിയൊക്കെ ചെയ്യേണ്ടത്. അങ്ങനെ ആ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എവിടെ നിന്നോ ഒരു പാട്ട് അവൾക്ക് കേൾക്കാൻ കഴിഞ്ഞു കേട്ടോ. പക്ഷെ നന്നായിട്ട് ശ്രദ്ധിച്ചപ്പോൾ അത് എവിടുന്ന കേൾക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എന്തായാലും ജോലിയെല്ലാം കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെയായി. ഹോസ്പിറ്റലിൽ നിന്ന് അവൾ നേരെ വീട്ടിലേക്ക് പോകണം. അപ്പോഴേക്കും അവളുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള ഗബ്രി അവന്റെ ആ ഒരു ജോലിയെല്ലാം കഴിഞ്ഞ് നേരത്തെ വന്ന് കിടന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഉറക്കത്തിലാണ്. വെറുതെ അവനെ ഡിസ്റ്റർബ് ചെയ്യേണ്ട എന്ന് കരുതിയിട്ട് റോസ്ലിനും വേഗം തന്നെ ഡ്രസ്സ് എല്ലാം ചേഞ്ച് ചെയ്ത് അവളും കിടക്കാണ്. ആ നേരത്ത് അവളുടെ പുറത്ത് ഒരുപാട് പൊള്ളിയ പാടുകൾ കാണുന്നുണ്ടോ. അതിന്റെ പിന്നിൽ ഒരു കഥയുണ്ട്. അത് മുന്നോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാകാം. എന്തായാലും ആ ഒരു പകലെല്ലാം കഴിഞ്ഞു. രാത്രി ആവാനായി. വീണ്ടും ജോലിക്കായിട്ട് റോസ്ലിൻ പോവാണ്. ഇന്ന് 2ാമത്തെ ദിവസമാണ്. മാത്രമല്ല ആ ഒരു മാനേജർ പറഞ്ഞതുപോലെ 24 hour ഈ ഹോസ്പിറ്റലിന് പുറത്തായിട്ട് ഒരു സെക്യൂരിറ്റി ഗാർഡ് ഉണ്ടാവും. ഇവനാണെങ്കിൽ റോസ്ലിനെ കണ്ട സമയത്ത് ഈ പെണ്ണുങ്ങളെ കാണാത്ത മാതിരി ഒരു വളിഞ്ഞ ചിരി ചിരിക്കുന്നുണ്ട്. കൺഫേം പക്ക കുഴിയാണ്. എന്നാൽ റോസ്ലിൻ അയാൾ അങ്ങനെ മൈൻഡൊന്നും ചെയ്തില്ല. നേരെ ഹോസ്പിറ്റലിൽ പോവാണ്, ഓരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുക. ഈ നേരത്ത് ആരും ഒരാൾ വന്നിട്ട് കഥകിൽ മുട്ടുകയാണ്. അവള് പോയിട്ട് വാതിൽ തുറന്നു. ഇപ്പൊ അയാൾ ഉള്ളിലേക്ക് വരുന്നുണ്ട്. റോസ്ലിൻ ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ്? അയാൾ പറയണത്, ഞാനൊരു ഇൻസ്പെക്ടറാണ്. എന്റെ പേര് മാർലിൻ
നിന്നാണ്. ഇപ്പൊ റോസ്ലിൻ ചോദിക്കുകയാണ്, ഓക്കെ മിസ്റ്റർ മാർലിൻ, എന്തിനാണ് ഈ രാത്രി നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്? എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇപ്പൊ ആ ഒരു ഇൻസ്പെക്ടർ പറയണം, അങ്ങനെ പ്രത്യേകിച്ച് ആവശ്യം ഉണ്ടായിട്ട് വന്നൊന്നുമല്ല. ഹോസ്പിറ്റലിലെ കുറച്ച് അപ്പുറത്തായിട്ട് ഒരു പെൺകുട്ടി വീണ്ടും മരണപ്പെട്ടു. അപ്പോ ആ ഒരു കില്ലർ ഈ ഭാഗത്തേക്ക് എങ്ങാനും വന്നോ, നീ അയാളെ കണ്ടായിരുന്നോ എന്ന് ചോദിക്കാൻ വേണ്ടി മാത്രം വന്നതാണ്. ഇപ്പൊ റോസ്ലിൻ പറയണം, അപ്പോ വീണ്ടും കൊലപാതകം നടന്നല്ലേ? ഞാൻ കഥയുടെ ആരംഭത്തിൽ പറഞ്ഞതുപോലെ അടിക്കടി ഈ ഇടയായിട്ട് അർദ്ധരാത്രിയിൽ ഏതൊരാൾ, ഒരു സൈക്കോ, സ്ത്രീകളെ മാത്രം ടാർഗറ്റ് ചെയ്ത് കൊല്ലുന്നുണ്ട്. അയാൾക്കൊരു പേരും വെച്ചിട്ടുണ്ട്, ദ നൈറ്റ് കില്ലർ. പക്ഷേ ഈ രാത്രിയിൽ റോസ്ലിൻ ആരെയും കണ്ടിട്ടില്ല എന്ന് ഓഫീസറോട് പറയണം. അതുകൊണ്ട് തന്നെ അയാൾ പോവാണ്. പോകാൻ നേരത്ത് പറയുന്നുണ്ട്, ഇനിയിപ്പോ എന്തെങ്കിലും സംശയാസ്പദമായിട്ട് കാണുകയാണെങ്കിൽ എന്നെ വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞേക്ക്. പിന്നീട് അയാൾ പോവാണ്. റോസ്ലിൻ പിന്നീട് അവളുടെ ജോലി ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. ആ സമയത്ത് ഇന്നലെ കേട്ടതുപോലെ ഒരു പാട്ട് അവൾ വീണ്ടും കേൾക്കുകയാണ്. ആഹാ, ഇതിപ്പോ എവിടുന്നാ കേൾക്കുന്നത്? എന്തായാലും കണ്ടുപിടിക്കണം. അവളിപ്പോ അവിടെ മുഴുവനായിട്ട് നടന്ന് നോക്കുകയാണ്. ഇപ്പൊ ഒരു ലിഫ്റ്റ് കാണുന്നുണ്ട്. ആ ലിഫ്റ്റ് ആണെങ്കിൽ പതിയെ താഴേക്ക് വന്നുകൊണ്ടിരിക്കുക. അതായത് മുകളിൽ നിന്നും ആരോ താഴേക്ക് വരുന്നുണ്ട്. അവളുടെ ഉള്ളിൽ ചെറുതായിട്ട് പേടി തുടങ്ങി. അതായത് ആ ഒരു പോലീസ് പറഞ്ഞതുപോലെ തന്നെ ആ സൈക്കോ കില്ലർ എങ്ങാനും ആയിരിക്കോ ഇത്? അവളുടെ ഹൃദയം ചെറുതായിട്ട് ഇടിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ലിഫ്റ്റ് താഴേക്ക് എത്തി. ലിഫ്റ്റ് തുറന്നു. ലിഫ്റ്റ് തുറന്ന സമയത്ത് കണ്ണാടിയെല്ലാം വെച്ച് കയ്യിൽ കുറച്ച് ഫയലുകളുമായി നിൽക്കുന്ന ഒരു സാധു മനുഷ്യനെ കാണിക്കുകയാണ്. മറ്റാരുമല്ല, ഇവിടെ ജോലിയാക്കി കൊടുത്ത ആ ഒരു ബെത്ത് എന്ന് പറഞ്ഞ സ്ത്രീ അവളോട് പറഞ്ഞില്ലേ, 5ാമത്തെ നിലയിൽ ഒരു ഡോക്ടർ ഉണ്ടാവും, അയാളും ഇതുപോലെ ഫയലുമായി ബന്ധപ്പെട്ട ചില ജോലികൾ ചെയ്യാണ്. ആ ഡോക്ടറാണിത്. ഡോക്ടറുടെ പേര് എർവിൻ ക്ലെമന്റ്. താഴേക്ക് വന്നപാട് തന്നെ നമ്മുടെ ഈ ഒരു ഡോക്ടർ ക്ലെമന്റ് റോസ്ലിനെ പരിചയപ്പെടുകയാണ്. അതാ ഈ ഫയലുകളൊക്കെ ഈ ഫ്ലോറിലാണ് വെക്കേണ്ടത്. അപ്പൊ അത് തരാൻ വേണ്ടി വന്നതാണ്. മാത്രമല്ല രാത്രിയിൽ ഞാൻ അവിടെ ഒറ്റയ്ക്കല്ലോ, ഒരാള് പുതുതായിട്ട് വന്നെന്ന് പറഞ്ഞു. അപ്പൊ ഒന്ന് പരിചയപ്പെടാൻ കൂടി വന്നതാണ് പറയണം. ഇപ്പൊ റോസ്ലിന്റെ പേര് ചോദിക്കുന്നുണ്ട്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് പരിചയപ്പെടുന്നുണ്ട്. ഡോക്ടർ ചോദിക്കണം, ഇവിടുത്തെ ജോലിയൊക്കെ ഓക്കെ അല്ലേ? റോസ്ലിൻ പറയാണ്, ജോലി ഓക്കെ ആണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത്ര ഓക്കെ ഒന്നുമല്ല, രാത്രി ഒറ്റയ്ക്കല്ലേ. ജോലി ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് ബോറടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുറത്തൊരുത്തനുണ്ടല്ലോ, കടവാവലിന് കുരു വന്നതുപോലെ ഒരുത്തൻ. ഞാൻ എപ്പോ പുറത്തേക്ക് പോയാലും തിരിച്ചിങ്ങോട്ടേക്ക് വരുമ്പോഴും വല്ലാത്തൊരു നോട്ടവന്. ഇപ്പൊ ഡോക്ടർ ക്ലെമന്റ് പറയണം, അത് വലിയ കാര്യമൊക്കെ ഒന്നും വേണ്ടാന്നേ, പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നേരെ മുകളിലേക്ക് വന്നാൽ മതി, ഞാൻ അവിടെ ഉണ്ടാവും കേട്ടോ. ഇപ്പൊ തൽക്കാലം കുറച്ച് ജോലി ചെയ്ത് തീർക്കാണ്ട് ഇത് പറഞ്ഞ് ക്ലെമന്റ് നേരെ മുകളിലേക്ക് പോവാണ്. അങ്ങനെ അന്ന് രാത്രിയും ജോലിയെല്ലാം ചെയ്ത് തീർത്ത് പിറ്റേ ദിവസം രാവിലെ അവൾ നേരെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ അവളുടെ ഹസ്ബൻഡ് ഗബ്രി എത്തിയിട്ടില്ല. സാധാരണ നേരത്തെ വന്ന് നന്നായിട്ട് കിടന്നുറങ്ങുന്ന ആളാണ്. പക്ഷേ എന്താണാവോ, എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും. എന്തായാലും അവൾ കിടന്നുറങ്ങുകയാണ്. പിന്നെയും അടുത്ത ദിവസം ജോലിക്ക് പോവാണ്. അതായത് രാത്രിയിലെ ആ ഒരു ജോലിയല്ലേ, വല്ലാത്തൊരു ബോറടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും അത് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് CCTVയിലെ വിഷ്വലും കാര്യങ്ങളൊക്കെ അവൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യും. പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു പെൺകുട്ടി ചോര ഒലിപ്പിച്ച് ഹോസ്പിറ്റലിന്റെ ഏതോ ക്യാമറയുടെ അടുത്തേക്ക് വന്ന് നിൽക്കുകയാണ്. സോ ആ ഒരു കാര്യം വിഷ്വലിലൂടെ ആർക്ക് കാണാൻ പറ്റുന്നുണ്ട്? റോസ്ലിനെ കാണാൻ പറ്റുകയാണ്. സോ പെട്ടെന്ന് അങ്ങനെ വന്ന് നിന്നപ്പോൾ അവളൊന്ന് പേടിച്ചു പോവാണ്. എന്തായാലും വേഗം തന്നെ അതേ സ്ഥലത്തേക്ക് അവളൊന്ന് പോയി നോക്കുകയാണ്, ഇനിയിപ്പോൾ അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കിയപ്പോൾ കണ്ടത് രണ്ടാൾക്കാർ ഒരു സ്ട്രെച്ചറിൽ ഒരു പെൺകുട്ടിയുമായി വന്നിട്ട് പെട്ടെന്ന് തന്നെ പെൺകുട്ടിയെ അത്യാഹിതയിലേക്ക് മാറ്റണമെന്ന് പറയണം. അതായത് എമർജൻസി ട്രീറ്റ്മെന്റ് കൊടുക്കണമെന്ന് പറയണം. ഈ സമയത്ത് റോസ്ലിൻ പറയണം, നിങ്ങൾക്ക് എന്താ കണ്ടിട്ട് മനസ്സിലാവുന്നില്ലേ? ഓൾറെഡി ഈ ഹോസ്പിറ്റൽ ക്ലോസ് ആണ്. ഇവിടുന്ന് ഒരു 16 കിലോമീറ്റർ അപ്പുറത്തേക്ക് പോയാൽ അവിടെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടാവും, നിങ്ങൾ വേണമെങ്കിൽ അങ്ങോട്ടേക്ക് പോയിക്കുമെന്ന് പറയണം. അതുപോലെ തന്നെ ആ ഒരു സ്ട്രക്ചറിൽ കിടക്കുന്ന പെൺകുട്ടി ഇപ്പൊ റോസ്ലിൻ നോക്കുമ്പോൾ കുറച്ചു നേരം മുന്നേ CCTVയിൽ കണ്ട ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, അവളുടെ അതേ മുഖച്ചായ തന്നെ. അവൾക്ക് എന്താ പറ്റിയെന്ന് ഇപ്പൊ വന്നവരോട് ചോദിച്ചപ്പോൾ അത് പിന്നെ ആ ഒരു നൈറ്റ് കില്ലർ ഉണ്ടല്ലോ, അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടതാ. ഈ പെൺകുട്ടിക്ക് നല്ല പരിക്കുണ്ട്, ഞങ്ങൾ വേഗം അവളെ കൊണ്ടുപോട്ടെ എന്ന് പറഞ്ഞിട്ട് അവര് വേഗം ആംബുലൻസ് എടുത്ത് പോവാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ റോസ്ലിന്റെ ഹസ്ബൻഡ് ഗബ്രി ഉണ്ടല്ലോ, നല്ല ചൂട് പിസയുമായി വന്നിട്ടുണ്ട് കേട്ടോ. എന്തായാലും വീട്ടിൽ വെച്ച് കാണാനും സംസാരിക്കാനും പറ്റുന്നില്ല. എന്നാ പിന്നെ ഇവിടെ വെച്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഗബ്രി ഇപ്പൊ ആ ഒരു പിസയെല്ലാം മേടിച്ച് വന്നിരിക്കുന്നത്. വന്നിട്ട് അവളോട് നന്നായിട്ടൊന്ന് സംസാരിക്കാനും ഒന്ന് റൊമാൻസ് ആവാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ അവളെന്തോ വേറൊരു മൂഡിലായിരുന്നു. വേണ്ട, ഇപ്പൊ ഒന്നും വേണ്ട, നമുക്ക് പിന്നെ ആകാന്ന് പറഞ്ഞിട്ട് പതിയെ അവൻ ഒഴിവാക്കുകയാണ്. അതുപോലെ തന്നെ അവൾ ചോദിക്കുന്നുണ്ട്, അല്ല ഗബ്രി, നീ എവിടെയായിരുന്നു? ഇന്നലെ വന്നപ്പോൾ നീ വീട്ടിലില്ലായിരുന്നല്ലോ. ഓ അത് പിന്നെ ഓട്ടം കൂടുതലുണ്ടായിരുന്നു, ബോഡി അങ്ങ് തീർന്നില്ല. അതുപോലെ തന്നെ സമയം കിട്ടിയപ്പോൾ ഞാൻ ജിമ്മിലേക്ക് ഒന്ന് പോയി. കുറെ ദിവസമായില്ലേ ഞാൻ നിന്നോട് പറയുന്നു, ബോഡിയൊക്കെ ഒന്ന് സെറ്റ് ആക്കണമെന്നേ. പഴയതുപോലെ ഒരു ഗുമ്മ് കിട്ടുന്നില്ല. ഓ ജിമ്മിലൊക്കെ പോയ ഒരു ഗുമ്മ് കിട്ടുമല്ലോ. ഇതേ നേരം തന്നെ അവന്റെ ഫോണിലേക്ക് വീണ്ടും കോള് വരികയാണ്. അതായത് ഓട്ടം പോകാൻ ആരോ വിളിച്ചതാണ്. ഇവന്മാര് നിലത്ത് നിൽക്കാൻ സമ്മതിക്കില്ല. എന്തായാലും റോസ്ലിനെ ഞാൻ ഇപ്പൊ പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് അവൻ വേഗം ആ ഒരു ഓട്ടത്തിന് പോവാണ്. ഇതേ സമയം തന്നെ റോസ്ലിൻ പിസയെല്ലാം കിട്ടിയതല്ലേ, ഒറ്റയ്ക്ക് കഴിക്കേണ്ട, മുകളിൽ ഒരാളുണ്ടല്ലോ, ഡോക്ടർ എർവിൻ ക്ലെമന്റ്, നല്ല പേരല്ലേ. എന്തായാലും ആളുടെ അടുത്തേക്ക് പോയിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കാന്ന് വിചാരിച്ച് അവൾ നേരെ അതെടുത്ത് ഡോക്ടറുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. 5ാമത്തെ ഫ്ലോറിലേക്ക് പോയപ്പോൾ അവിടെ കുറച്ചധികം റൂമുകൾ ഉണ്ടായിരുന്നു. ഓരോ റൂമിലേക്ക് നോക്കി പതിയെ പതിയാണ് റോസ്ലിൻ മുന്നോട്ടേക്ക് പോകുന്നത്. ഓരോ റൂമും അത്യാവശ്യം നല്ല രീതിയിൽ വൃത്തികേടായി കിടക്കുകയായിരുന്നു. അതുപോലെ തന്നെ ഒരു റൂമിൽ നമ്മൾ ബാത്റൂമിലെല്ലാം വെക്കുന്നത് പോലെയുള്ള ബാത്ത് ടബുകൾ ഉണ്ടായിരുന്നു. അല്ല, ഒരു ഹോസ്പിറ്റലിൽ എന്തിനാണ് ഇങ്ങനെ ഒരു ആവശ്യം? ബാത്ത് ടബ് ഒന്നും ഹോസ്പിറ്റലിൽ ഉണ്ടാവില്ലല്ലോ. അതും നോക്കി അവൾ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഡോക്ടർ ക്ലെമന്റ് അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പൊ ഡോക്ടറോട് അവൾ ഈ ഒരു സംശയം ചോദിച്ചപ്പോൾ ക്ലെമന്റ് പറയാണ്, അത് പിന്നെ അറിയാലോ, ചില പേഷ്യൻസ് ഒക്കെ വല്ലാതെ വയലന്റ് ആവും. സോ ഒരു പ്രത്യേകതരം ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് ഇത് അവിടെ വെച്ചത്. എന്നാൽ ഡോക്ടറുടെ മറുപടി അത്രയ്ക്ക് അങ്ങോട്ട് തൃപ്തികരമായിരുന്നില്ല. എന്തായാലും കൊണ്ടുവന്ന പിസ രണ്ടുപേരും കഴിക്കുകയാണ്. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു. ദിവസങ്ങൾ അങ്ങനെ പോകുന്നുണ്ട്. രാത്രിയിൽ റോസ്ലിനെ കാണാനായിട്ട് പല തവണയായിട്ട് നമ്മുടെ ഗബ്രിയും വരാറുണ്ട്. ഗ്യാപ്പ് കിട്ടുമ്പോൾ ആ ഒരു ഫയലെല്ലാം എടുത്തു വെക്കാനായിട്ട് അവളെ ഹെൽപ്പ് ചെയ്യും ചെയ്യട്ടോ. ചില സമയത്തൊക്കെ ചില ഫയലുകൾ അവൻ വായിച്ചു നോക്കുകയും ചെയ്യും. അതായത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന ഫയലുകൾ. അതിലൊരു ഫയൽ തുറന്നു
നോക്കിയപ്പോൾ ഒരു പേഷ്യന്റ് ഇയാളുടെ തലയിലേക്ക് ഈ ഓപ്പറേഷനെല്ലാം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സർജിക്കൽ ബ്ലേഡ് ഉണ്ടല്ലോ, ഇതാരും കുത്തി കയറ്റിയിട്ട് അയാൾ മരിച്ചു പോയിട്ടുണ്ട്. മരിച്ചുപോയി എന്ന് വെച്ചാൽ അത് തലയിലേക്ക് കയറിയ ഉടനെ തന്നെ അയാൾ മരിച്ചിട്ടില്ല. ഒരു 4-5 ദിവസം കഴിഞ്ഞാണ് അയാൾ മരിച്ചത്. അതായത് ഒരുപാട് വേദന സഹിച്ചാണ് അയാൾ മരണപ്പെട്ടത്. ഇത് കണ്ട് നമ്മുടെ ഗബ്രിയനെ പറയുന്നുണ്ട്, ഓ എന്ത് കൊടൂരമായ മരണമായിരിക്കുമല്ലേ. അതുപോലെ വേറൊരു ഫയൽ എടുത്തു നോക്കുമ്പോൾ 3 കുട്ടികളുള്ള ഒരു സ്ത്രീ, അവരുടെ ഭർത്താവ് എന്നും ഉപദ്രവിക്കും കേട്ടോ. അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങൾ വായിച്ച് കുടിച്ചുകൊണ്ടിരിക്കുന്ന ചായ ഒരു ഇത്തിരി ആ ഫയലിലേക്ക് ആയ സമയത്ത് റോസ്ലിൻ ചെറുതായിട്ടൊന്ന് ചൂടാവുന്നുണ്ട്. അല്ല ഗബ്രി, നീ എന്തീ കാണിച്ചത്? ഇതെന്റെ ജോലിയല്ലേ, നീ ഒരു കാര്യം ചെയ്തേ, ഇതൊക്കെ അവിടെ വെച്ച് വേണമെങ്കിൽ കുറച്ചു നേരം TV കണ്ടേന്ന് പറഞ്ഞിട്ട് അവർ TV ഓൺ ആക്കുക. ഇതിനിടയിൽ അതിലോരോ വാർത്തകൾ കാണിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് ഒരു ന്യൂസ് ഇവർ ശ്രദ്ധിക്കുന്നത്. രാത്രിയിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു. ഏകദേശം രാത്രി ഒരു 12-12:30 ആയ സമയത്താണ്. മരിച്ചുപോയ ആ ഒരു സ്ത്രീക്ക് 3 കുട്ടികളുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവരുടെ മുടി എന്ന് വെച്ചാൽ വെള്ള നിറത്തിൽ നീണ്ടതായിരുന്നു. ഈ ഇടയായിട്ട് രാത്രിയിൽ കൊല്ലപ്പെടുന്ന എല്ലാ സ്ത്രീകളുടെ മുടിയുടെയും പ്രത്യേകത അത് തന്നെയാണ്, വെള്ള മുടിയാണ്, അത്യാവശ്യം നീളം ഉണ്ടാവും. മാത്രമല്ല വാർത്തയിൽ ഒരു കാര്യം പറയുന്നുണ്ട്, അതായത് ഈ കില്ലർ വേണമെങ്കിൽ ആരുമാകാം. ഈ വാർത്ത കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഭർത്താവാകാം, അച്ഛനാകാം, സഹോദരനാകാം, ചിലപ്പോൾ മകന് വരെ ആകാം. ഒരാളെ കൊന്നുകഴിഞ്ഞാൽ അയാൾക്ക് അയാളുടെ ആയുധം എന്തായാലും കഴുകണമല്ലോ. ചിലപ്പോൾ വീട്ടിലേക്ക് വന്ന് അയാൾ ആ ആയുധം കഴുകുന്ന സമയത്ത്, അതായത് ചുറ്റിക ഉപയോഗിച്ചാണ് സ്ത്രീകളെ ആ ഒരു കില്ലർ കൊല്ലുന്നത്. അങ്ങനെ സംശയപരമായ രീതിയിൽ നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വിളിച്ച് പറയണമെന്ന് വാർത്തയിലൂടെ പോലീസുകാര് ഇപ്പൊ പ്രേക്ഷകരോട് പറയുന്നുണ്ട്. ഈ ഒരു വാർത്ത നന്നായിട്ട് ശ്രദ്ധിച്ച് തന്നെ റോസ്ലിൻ കേൾക്കുകയാണ് കേട്ടോ. അവൾക്ക് എന്തോ ഒരു സംശയം പോലെ ഇപ്പൊ ഗബ്രിയോട് ചോദിക്കണം, അല്ല ഗബ്രി, ഇന്നലെ രാത്രി നീ എവിടെയായിരുന്നു? ഇന്നലെ രാത്രിയാണല്ലോ ആ ഒരു സ്ത്രീയും കൊല്ലപ്പെട്ടത്. ഇപ്പൊ ഗബ്രി ചോദിക്കണം, അല്ല നീ എന്തീ പറഞ്ഞു വരുന്നേ? ഞാനൊന്നും ഉദ്ദേശിച്ചില്ല. അതായത് ചിലപ്പോൾ രാത്രിയിൽ നിന്റെ കൂടെ വരുന്ന ഈ പാസഞ്ചേഴ്സ് ഉണ്ടല്ലോ, അതിൽ സംശയപരമായ രീതിയിൽ നീ ആരെങ്കിലും കണ്ടായിരുന്നു ചോദിക്കുകയാണ്. ഇപ്പൊ ഗബ്രി പറയണ, എത്ര പേരാ എന്റെ കാറിൽ കയറി ഇറങ്ങുന്നത്, ഞാൻ എങ്ങനെയാ അവരെ കോർത്ത് വെക്കുന്നത്? എന്തായാലും എനിക്ക് അർജന്റായിട്ട് ഒരു സ്ഥലത്തേക്ക് പോവാണ്ട്, ഞാൻ എന്തായാലും പിന്നെ വരാന്ന് പറഞ്ഞിട്ട് അവൻ വേഗം ഇറങ്ങുകയാണ്. എന്നാൽ പോയ ഗബ്രി ഉണ്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അതുപോലെ തന്നെ തിരിച്ചു വരികയാണ്. ഇപ്പൊ റോസ്ലിൻ ചോദിക്കണം, അല്ല നീ എന്താ ഇപ്പൊ തിരിച്ചു വന്നത്? അത് പിന്നെ കാർ ഡാമേജ് ആയി, സ്റ്റാർട്ട് ആവുന്നില്ല, കുറച്ചു നേരം നമുക്ക് ഇവിടെ തന്നെ അങ്ങ് നിൽക്കാല്ലേ. പിന്നെ നീ ഇടയ്ക്കിടയ്ക്ക് 5ാമത്തെ ഫ്ലോറിൽ ഒരു ഡോക്ടർ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, നമുക്ക് പോയിട്ട് വേണമെങ്കിൽ അയാളൊന്ന് കണ്ടാലോ, ഒന്ന് പരിചയപ്പെടാലോ. ഇപ്പൊ റോസ്ലിൻ പറയണം, ഓ വയ്യ എനിക്ക്. അതുപോലെ തന്നെ ആ ഒരു ലിഫ്റ്റ് കേടായി കിടക്കാണ്, അത്രയും സ്റ്റെപ്പ് കയറാനൊന്നും എന്നെ കൊണ്ട് വയ്യ, വാ നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ റോസ്ലിന്റെ കാറിൽ ഇവർ രണ്ടുപേരും നേരെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലെത്തിയ സമയത്ത് അവൾ നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവളൊന്ന് റിലാക്സ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് അവൾക്കൊന്ന് ഇച്ചിരി മസാജ് ചെയ്ത് കൊടുക്കാണ് ഗബ്രി. എന്നാൽ അതിന്റെ പിന്നിൽ ചെറിയൊരു ദുരുദ്ദേശം ഉണ്ടായിരുന്നു. പതിയെ അവന്റെ കൈകൾ അങ്ങനെ ചലിക്കാൻ തുടങ്ങാണ്. ഇത് കണ്ടപ്പോ തന്നെ റോസ്ലിൻ പറയാണ്, ഗബ്രി വേണ്ട, എനിക്ക് മൂടില്ല. അവനതൊന്നും നോക്കിയില്ല കേട്ടോ. അവൻ പതിയെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അവന്റെ കൈ തട്ടി മാറ്റിയിട്ട് പറയണം, ഗബ്രി ഞാനല്ലേ പറഞ്ഞത്, എനിക്കിപ്പോ വേണ്ട, എനിക്ക് യാതൊരു മൂടുമില്ല. ഇത് കേട്ടപ്പോ ഗബ്രിക്കും ദേഷ്യം വരികയാണ്. ഇത് കുറെ ദിവസമായി ഞാനിങ്ങനെ സഹിക്കുന്നു, എത്ര ദിവസമായി നമ്മളൊന്ന് അടുത്ത് ഇടപഴകിയിട്ട്, നിനക്ക് എന്താ പ്രശ്നം? ഞാൻ അടുത്തേക്ക് വരുമ്പോ ഞാൻ നിന്റെ ഹസ്ബൻഡ് അല്ലേ, നീയല്ലേ പറയല് നിനക്കൊരു കുഞ്ഞിനെ വേണം, എപ്പോ നോക്കിയാലും ആ ഒരു ചിന്തയിലുള്ളൂ, നമ്മൾ ഒരുമിച്ച് നിൽക്കാതെ നമുക്ക് എങ്ങനെ കുഞ്ഞുണ്ടാവുക, നിനക്കെന്താ എന്തെങ്കിലും മാനസിക പ്രശ്നമുണ്ടോ? അതും പറഞ്ഞ് സംഭവം കിട്ടാത്തതിന്റെ കലിപ്പിൽ അവൻ അവിടുന്ന് പോകുന്നുണ്ട്. എന്തായാലും ആ ഒരു സങ്കടത്തിലാണെങ്കിൽ റോസ്ലിൻ അവന്റെ ലിപ്സ്റ്റിക് ഉപയോഗിച്ചുകൊണ്ട് അവിടുത്തെ ചുമരിൽ അവൾ അങ്ങനെ കുത്തി വരച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു കുഞ്ഞിനെ വേണം, ഭയങ്കര ഒരു ഒബ്സഷനാണ് അതിൽ. ഇനിയിപ്പോ എന്തുകൊണ്ടാണോ അവൾക്ക് കുഞ്ഞുണ്ടാവാത്തത്? എന്തായാലും അതിനുള്ള മറുപടി അങ്ങോട്ടേക്ക് വന്ന് ഗബ്രി എന്നെ കൊടുക്കുന്നുണ്ട്. അതായത് ദിവ്യഗർഭമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല, ഭർത്താവും ഭാര്യയും അവർ രണ്ടുപേരും ഒരുമിച്ച് കിടന്നാൽ മാത്രമേ കുഞ്ഞുണ്ടാവുള്ളൂ. പക്ഷെ എന്താണെന്നറിയുന്നില്ല, റോസ്ലിൻ അതൊന്നും വലിയ കാര്യമാക്കി എടുക്കുന്നില്ല. മാത്രമല്ല ഈ ഒരു നൈറ്റ് ഷിഫ്റ്റ് രാത്രിയിലെ ജോലി ആയതുകൊണ്ട് തന്നെ അധികം ആൾക്കാരുമായിട്ട് ഇപ്പൊ ഒരു കോണ്ടാക്റ്റോ കാര്യങ്ങളൊന്നുമില്ല, ഒരു ഒറ്റപ്പെട്ട ജീവിതമാണ്. മനുഷ്യനൊരു സമൂഹ ജീവിയാണ്, ആരോടെങ്കിലും സംസാരിച്ചില്ലെങ്കിൽ ഭ്രാന്ത് പിടിക്കും. അതുകൊണ്ട് തന്നെ അവൾ ഈ രാത്രി ജോലിയൊക്കെ കഴിഞ്ഞ് ചെറിയ ഒഴിവ് കിട്ടുന്ന സമയത്ത് നേരെ ഡോക്ടറുടെ അടുത്തേക്ക് ചെല്ലും, അതായത് ക്ലെമന്റിന്റെ അടുത്തേക്ക്. ലൈഫിലെ ഓരോ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അയാളോട് സംസാരിക്കും. എന്നാൽ അയാള് നമ്മുടെ ഈ ഒരു റോസ്ലിനെ കാണുന്നത് ഒരു പേഷ്യന്റ് ആയിട്ടാണ്. റോസ്ലിൻ പറയുന്ന ഓരോ കാര്യങ്ങളും ഒരു ഡോക്ടറെ പോലെ തന്നെ അയാളുടെ നോട്ടിൽ അങ്ങ് എഴുതി വെക്കുന്നുണ്ട്. ഇത് കണ്ടപാടിനെ റോസ്ലിൻ പറയണ, അല്ല ഡോക്ടറെ, ഞാൻ ഒരു കൂട്ടുകാരനെ പോലെയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്, നിങ്ങളപ്പോ എന്നെ ഒരു പേഷ്യന്റ് ആയിട്ടാണല്ലേ കാണുന്നത്, എടോ ഉള്ളിലുള്ള വിഷമം ഒന്ന് സംസാരിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അതുപോലെ ഞാൻ കാണുന്ന ആ ഒരു സ്വപ്നം ഉണ്ടല്ലോ, രാത്രിയിൽ ഏതോ ഒരു മനുഷ്യൻ എന്റെ വീട്ടിൽ അടുത്തേക്ക് വരികയാണ്, അതാരാണെന്നോ പിന്നീട് എന്താണ് സംഭവിക്കുന്നതെന്നോ വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല, എന്താണ് ഇതിന്റെയൊക്കെ കാരണം? അല്ല റോസ്ലിനെ, നീ ഇങ്ങനെ പരസ്പര ബന്ധമില്ലാത്ത ഒരു സ്വപ്നം കാണുന്നു, അതിന്റെ അർത്ഥം എന്താണെന്ന് ഞാൻ എങ്ങനെ നിനക്ക് പറഞ്ഞുതരാം? അത് നിനക്ക് പറഞ്ഞു തരണമെങ്കിൽ നിന്റെ ലൈഫിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ എനിക്കൊന്ന് അറിയണം. നിന്റെ അച്ഛനും അമ്മയും മരിച്ചു എന്ന് നീ പറഞ്ഞല്ലേ, അതും നീ കുട്ടിയായിരിക്കുന്ന സമയത്ത് ശരിക്കും അവർക്ക് എന്താ സംഭവിച്ചത്? അത് വിശദമായിട്ട് എന്നോട് പറ. നിന്റെ ലൈഫിൽ നടന്ന എല്ലാ കാര്യം എന്നോട് പറയുകയാണെങ്കിൽ നിന്റെ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടുപിടിക്കാൻ എനിക്ക് പറ്റും. എന്നാൽ അത് ചോദിച്ച സമയത്ത് പെട്ടെന്ന് തന്നെ റോസ്ലിൻ ഒഴിഞ്ഞു മാറുകയാണ്. അവൾ പറയണ, ഡോക്ടറെ നമുക്ക് പിന്നെ സംസാരിക്കാം, എനിക്കിപ്പോ തൽക്കാലം തന്റെ ഹെൽപ്പ് വേണ്ട. ഇതും പറഞ്ഞ് അവള് താഴേക്ക് പോവാണ്. ജോലിയെല്ലാം കഴിഞ്ഞ് വീണ്ടും വീട്ടിലേക്ക് പോവാണ്. അന്നത്തെ റെസ്റ്റും ഉറക്കവും എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം വീണ്ടും ജോലിക്ക് വരാൻ നേരത്ത് അവളുടെ കാറിന്റെ ചാവി കാണുന്നില്ല. അവിടെ തന്നെ നന്നായിട്ട് കിടന്നുറങ്ങുന്ന ഗബ്രി ചവിട്ടി എഴുന്നേൽപ്പിച്ച്, എടാ നീ എന്റെ ചാവി കണ്ടായിരുന്നു, എനിക്ക് ജോലിക്ക് പോകാൻ നേരമായിട്ടുണ്ട്. ഇപ്പൊ ഗബ്രി പറയണ, എനിക്കൊന്നും അറിയില്ല, നീ വേണമെങ്കിൽ എന്റെ കാർ കൊണ്ട് പോയിക്കോ, എനിക്കിന്ന് ലീവാന്ന് പറയണം. അങ്ങനെ ഗബ്രിയുടെ കാർ എടുത്തുകൊണ്ട് അവള് നേരെ ജോലിക്ക് പോവാണ് കേട്ടോ. രാത്രി എപ്പോഴത്തെയും പോലെ തന്നെ ഓരോ ജോലികൾ ഒറ്റയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഒന്ന് ഫ്രഷ് ആവാനായിട്ട് ബാത്റൂമിലേക്ക് ഒന്ന് മുഖം കഴുകാൻ പോയപ്പോ മുഖം
കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി അവളുടെ പിന്നിൽ വന്ന് നിൽക്കുകയാണ്. അതായത് അന്ന് CCTVയിൽ കണ്ട അതേ പെൺകുട്ടി തന്നെ. അതൊരു റിയാലിറ്റി ആണെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ആ ഒരു സെക്കൻഡിൽ അവൾ നന്നായിട്ട് പേടിച്ചുപോയി. അതുകൊണ്ട് തന്നെ അവൾ ആ ഒരു ഹോസ്പിറ്റലിൽ വിട്ട് പുറത്തേക്ക് ഇറങ്ങി ഓടി അവളുടെ കാറിൽ പോയിട്ട് കയറുകയാണ്. അതായത് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അവളുടെ ഹസ്ബൻഡ് ഗബ്രിയുടെ കാറാണ് കേട്ടോ. വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ സ്റ്റാർട്ട് ആവുന്നില്ല. ഓൾറെഡി അവന്റെ വണ്ടിക്ക് ഒരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ ഗബ്രിയെ വിളിച്ച് റോസ്ലിൻ 4 തെറിയാണ്. അല്ലടാ നീ കാർ എന്താ നന്നാക്കാത്തത്, ഇതിപ്പോ സ്റ്റാർട്ട് ആവുന്നില്ല എന്നൊക്കെ പറയാണ്. പിന്നീട് ഫോണും കട്ട് ചെയ്യുന്നുണ്ട്. ഇതേ നേരത്തെ തന്നെ കാറിന്റെ പുറത്ത് ഒരാൾ വന്നു നിൽക്കുന്നുണ്ട്. കല്ല് വെച്ച് ചില്ലിനിട്ട് അടിക്കാൻ തുടങ്ങുന്നുണ്ട്. നോക്കുമ്പോൾ അതേ പെൺകുട്ടി തന്നെ. മാത്രമല്ല ഈ കാറിന്റെ മുകളിലേക്ക് ആരോ പെട്രോൾ ഒഴിക്കുന്നുണ്ട്. അതിന്റെ സ്മെല്ല് വല്ലാതെ അവൾക്ക് ഫീൽ ആവുകയാണ്. ആകെ പേടിച്ച് അവൾ ആ ഒരു കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓട്ടി. പിന്നീട് ആ ഒരു സെക്യൂരിറ്റി ഉണ്ടല്ലോ, അയാളുടെ അടുത്തേക്ക് ചെന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സ്മെല്ല് വരുന്നുണ്ടോ, അതായത് ഒരു പെട്രോളിന്റെ സ്മെല്ല്. ഇയാൾ പറയാണ് ഇല്ല മേഡം, പെട്രോളിന്റെ സ്മെല്ലൊന്നുമില്ല. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യോ, എനിക്ക് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു കാർ ബുക്ക് ചെയ്ത് തരുമോ? ഓ അതിനെന്താ, ബുക്ക് ചെയ്യാലോ. ഇയാൾ ഒരുമാതിരി ഒലിപ്പിച്ചുകൊണ്ട് തന്നെ കുറച്ചു നേരം അവളുടെ കൂടെ അങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട്. ഓൾറെഡി പേടിച്ച് നിൽക്കുകയാണ്. അതിനിടയിൽ ഇവന്റെ കോഴിത്തരം. എന്തായാലും കാറ് വന്നു, അവള് വീട്ടിലേക്ക് പോവാണ്. മൈൻഡ് എല്ലാം വല്ലാത്ത ഡിസ്റ്റർബൻസ് ആണ്. അതിനിടയിൽ വാർത്തയിലെ ആ ഒരു കില്ലറെ കുറിച്ചുള്ള ന്യൂസുകൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അയാൾ കൊല്ലുന്ന വെള്ളം മുടിയുള്ള സ്ത്രീകളും അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന ഒരു ചുറ്റികയും ഫുള്ള് ഇതൊക്കെ വാർത്തയിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് വീണ്ടും റോസലിന് ഓരോ സംശയങ്ങൾ, അതായത് ഈ പെൺകുട്ടികൾ മരണപ്പെടുന്നുണ്ടല്ലോ, ആ സമയത്ത് അവളുടെ ഹസ്ബൻഡ് എപ്പോഴും ബിസി ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ അവൾക്ക് വല്ലാത്തൊരു സംശയം. വീട്ടിൽ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ചുറ്റിക അവൾ അവിടെ തന്നെ ഉണ്ടോ എന്ന് ടൂൾ ബോക്സിൽ പോയിട്ട് പരിശോധിച്ച് നോക്കുകയാണ്. ആ സമയത്ത് ബോക്സിൽ ചുറ്റിക ഉണ്ടായിരുന്നില്ല. അതായത് അവൾ എന്താണ് ശരിക്കും ഉദ്ദേശിക്കുന്നത് മനസ്സിലായോ നിങ്ങൾക്ക്? ആ ഒരു കില്ലർ, നൈറ്റ് കില്ലർ, ആ സൈക്കോപാത്ത് അവളുടെ തന്നെ ഹസ്ബൻഡ് ആണോ എന്ന് അവളുടെ ഉള്ളിൽ ഒരു സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു കാര്യം നേരെ ചെന്ന് ഡോക്ടറോട് പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ റോസ്ലിൻ ആ ഒരു കാര്യം ചുമ്മാ അങ്ങോട്ട് പറയല്ല. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഗബ്രിയുടെ ആ ഒരു പെരുമാറ്റത്തിനും അവൻ വീട്ടിലേക്ക് വരുന്ന ആ ഒരു ടൈമിങ്, ഇതിലൊക്കെ എന്തൊക്കെയോ ചില വ്യത്യാസങ്ങൾ. അതുകൊണ്ടാണ് റോസ്ലിന് ഇത്ര സംശയം തോന്നാൻ കാരണം. ഡോക്ടർ ക്ലെമന്റ് ഇതെല്ലാം കേട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്താണ് പുറത്ത് ഒരാൾ വന്നു നിൽക്കുന്നത്. അതായത് ഈ ഒരു കേസ് അന്വേഷിക്കുന്ന ഇൻസ്പെക്ടർ മെർലിൻ ഉണ്ടല്ലോ, അയാൾ തന്നെ. അപ്പൊ മെർലിനെ കണ്ട സമയത്ത് തന്നെ ക്ലെമന്റ് പറയാണ് റോസ്ലിൻ ഒരു കാര്യം ചെയ്തേക്ക്, നീ താഴേക്ക് പോയിക്കോ, എന്നെ കാണാൻ ഒരാൾ വരുന്നുണ്ട് പറയണം. ഓക്കെ എന്ന് പറഞ്ഞിട്ട് റോസ്ലിൻ നേരെ താഴേക്ക് പോവാണ്. പിന്നീട് അവളുടെ ജോലി ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ CCTVയിലേക്ക് നോക്കുന്ന സമയത്ത് നേരത്തെ വന്ന ഒരു പോലീസ് ഓഫീസർ ഉണ്ടല്ലോ, ഇയാൾ പുറത്തേക്ക് നടന്നു പോകുന്നത് അവൾ കാണുന്നുണ്ട്. എന്തോ ഒരു ആവശ്യത്തിന് ഡോക്ടർ എർവിൻ ക്ലെമന്റിനെ കാണാവുന്നതാണ്. എന്തൊക്കെയോ കാര്യങ്ങൾ അവർ സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ അതെന്താണെന്ന് പോലും റോസ്ലിൻ അറിയില്ല. ഓക്കെ, എന്തായാലും ഹോസ്പിറ്റലിൽ ഇറങ്ങിയ ഈ ഇൻസ്പെക്ടർ മെർലിൻ നേരെ ചെല്ലുന്നത് റോസ്ലിന്റെ ഹസ്ബൻഡ് ഉണ്ടല്ലോ ഗബ്രി, അവനെ കാണാനാണ്. അങ്ങനെ ഗബ്രിയുടെ അടുത്തേക്ക് ചെന്നു, അതായത് വീട്ടിലേക്ക് ചെന്നു. വാതിൽ മുട്ടി, അവൻ വാതിൽ തുറന്നു. അവൻ ആരാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇൻസ്പെക്ടർ പറയുന്നുണ്ട് ഞാനൊരു പോലീസ് ഓഫീസറാണ്, ഇപ്പൊ നടക്കുന്ന ആ ഒരു സീരിയൽ കില്ലിംഗ് അത് അന്വേഷിക്കുന്ന ഞാനാണ്. അപ്പൊ അത് കേട്ടപ്പോൾ തന്നെ ഗബ്രിക്ക് ഒരു കാര്യം മനസ്സിലായി. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് എനിക്ക് മനസ്സിലായി. അതിന്റെ കാരണക്കാരി എന്റെ ഭാര്യ റോസ്ലിൻ തന്നെയാണ്. അവൾക്ക് സംശയം ഉണ്ടല്ലേ ഞാനാണ് ആ ഒരു കില്ലർ എന്ന്. അപ്പൊ അതിനെക്കുറിച്ച് അന്വേഷിക്കാനല്ലേ സാർ ഇപ്പൊ ഈ നേരത്തെ ഇങ്ങോട്ടേക്ക് വന്നത്? ഏയ് അങ്ങനെയൊന്നുമില്ല, ഒന്ന് യൂഷ്വൽ ചെക്കപ്പ് ആ രീതിയിലൊന്ന് വന്നു തന്നേ ഉള്ളൂ. എന്തായാലും ഞാൻ വീട്ടിലേക്ക് ഒന്ന് കയറുന്നുണ്ട്, നമുക്ക് ചുറ്റുപാടും ഒന്ന് നോക്കി കളയാന്ന് പറയാണ്. അങ്ങനെ വീട്ടിലേക്ക് കയറിയ മെർലിൻ ആ വീട് മുഴുവനായിട്ട് നോക്കുന്നുണ്ട്. ഈ സമയത്താണ് നമ്മുടെ റോസ്ലിൻ ചുമരിൽ എഴുതി വെച്ച ആ ഒരു കാര്യം കാണുന്നത്. അതായത് എനിക്ക് കുഞ്ഞ് വേണം എന്ന രീതിയിൽ ഭയങ്കരമായിട്ട് അഗ്രസീവായിട്ട് എഴുതി വെച്ചത്. അത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി റോസ്ലിന്റെ മാനസികാവസ്ഥ ചെറിയ രീതിയിൽ പാളിക്കെടുക്കുകയാണ്. സോ അവൾ പറയുന്നത് വലിയ കാര്യമാക്കേണ്ട ആവശ്യമില്ല. പിന്നീട് ഇൻസ്പെക്ടർ മെർലിൻ അവിടുന്ന് പോകുന്നുണ്ട്. പിന്നീട് അടുത്ത ദിവസം രാത്രിയിൽ വീണ്ടും ഒരു കൊലപാതകം നടന്നിരിക്കുകയാണ്. ഈ കൊലപാതകം നടക്കുന്ന സമയത്തെല്ലാം ആ ഒരു ഇൻസ്പെക്ടർ നേരെ വരുന്നത് ഈ ഹോസ്പിറ്റലിന് അടുത്തേക്കാണ്. കാരണം ആ ഒരു കില്ലർ എപ്പോഴും ഈ കൊലപാതകം കഴിഞ്ഞ് വരുന്നത് ഈ ഭാഗത്തേക്കാണെന്ന് അയാൾക്ക് എന്തോ വല്ലാത്തൊരു സംശയമുള്ളതുപോലെ. അപ്പൊ എപ്പോഴത്തെയും പോലെ തന്നെ ആശുപത്രിയിലേക്ക് വരികയാണ്. ഇപ്പൊ റോസ്ലിനെ കാണുകയാണ്. ആ ഒരു കില്ലറെ കണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അവൾ ഇല്ലാന്ന് പറയുന്നുണ്ട്. പിന്നെ ഇന്നലത്തെ കാര്യം കൂടെ ചോദിക്കുകയാണ്. അതായത് ഇന്നലെ ഞാൻ ആശുപത്രിയിലേക്ക് വന്നായിരുന്നല്ലോ, അപ്പം നിന്നെ കണ്ടിട്ടില്ലല്ലോ. ഇപ്പൊ റോസ്ലിൻ പറയണത് ഞാൻ താഴെ എന്റെ ഓരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ കാണാത്തത് എന്റെ പ്രശ്നമല്ല. ആൾ അത്ര നല്ല മോഡിലല്ല എന്ന് ഇപ്പൊ ഈ ഒരു മെർലിന് മനസ്സിലായി. എന്നാ ഞാൻ പോകാന്ന് പറഞ്ഞിട്ട് അയാൾ പോകുന്ന സമയത്ത് ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ഫയല് താഴേക്ക് വീഴുന്നുണ്ട്. എടുത്തു കൊടുക്കാനായിട്ട് റോസ്ലിനും ഹെൽപ്പ് ചെയ്യാണ്. ആ നേരത്ത് അതിൽ നിന്നും ഒരു മാപ്പ് അവളുടെ കയ്യിൽ കിട്ടിയോ. അവൾ നോക്കുമ്പോൾ ആ മാപ്പിന് ഒരു പ്രത്യേകത തോന്നുന്നുണ്ട്. നഗരത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് പല സ്ത്രീകളും കൊല്ലപ്പെടുന്നുണ്ടല്ലോ. ഇപ്പൊ ആ ഒരു സ്ത്രീകൾ കൊല്ലപ്പെടുന്ന ആ ഒരു ഏരിയ അതൊരു ഷേപ്പില്ലാത്തൊരു വൃത്തമായിട്ട് വരയ്ക്കുകയാണെങ്കിൽ ആ വൃത്തത്തിന്റെ സെന്റർ പോയിന്റ് എന്ന് പറയുന്നത് ഈ ആശുപത്രിയാണ്. അതായത് ഈ ആശുപത്രി ഉണ്ടല്ലോ, ഇതിന്റെ ഏകദേശം 2 കിലോമീറ്റർ ചുറ്റളവിലാണ് ഓരോ കൊലപാതകങ്ങളും നടക്കുന്നത്. അതായത് കൊലയാളിക്ക് ഈ ആശുപത്രിയുമായിട്ട് എന്തോ വല്ലാത്തൊരു ബന്ധമുണ്ട്. എന്നാൽ അത് ഏത് രീതിയിലാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. എന്തായാലും അന്നത്തെ ആ ഒരു ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് അവള് നേരെ വീട്ടിലേക്ക് വരികയാണ്. അവിടെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. ഹസ്ബൻഡിനെ കണ്ടപാടിനെ അവർ ഒന്നും രണ്ടും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാവുന്നുണ്ട്. അതായത് റോസ്ലിൻ പറഞ്ഞല്ലോ
ഏതോ ഒരു പെൺകുട്ടി വന്ന് ആ കാറിന്റെ ചില്ല് അടിച്ചു പൊളിക്കാൻ നോക്കി, പെട്രോൾ ഒഴിച്ചു എന്നൊക്കെ. എന്നാൽ ഗബ്രി നോക്കുന്ന സമയത്ത് കാറിന്റെ ചില്ലിന് യാതൊരു കുഴപ്പമില്ല, പെട്രോളിന്റെ സ്മെല്ലും ഇല്ല. അവൾക്ക് ഓരോ തോന്നലാണ്. നിനക്ക് ഭ്രാന്താന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾക്കാകെ ദേഷ്യം വരാൻ തുടങ്ങുകയാണ്. ഇതേ നേരം തന്നെ റോസ്ലിൻ ചോദിക്കുന്നുണ്ട്, ഗബ്രി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, വീട്ടിൽ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ചുറ്റിക എവിടെ? അത് കാണാനില്ലല്ലോ. ഇപ്പൊ ഗബ്രി പറയാണ്, റോസ്ലിനെ നീ പറഞ്ഞ് എങ്ങോട്ടേക്ക് പോകുന്നത്? അത് വണ്ടി നേരാക്കാൻ വേണ്ടി അന്നൊരു ദിവസം ഞാൻ എടുത്തായിരുന്നു, പിന്നെ അത് എവിടെയാ വെച്ചെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. റോസ്ലിൻ പറയാണ്, ഗബ്രി നീ കൂടുതലായിട്ടൊന്നും അഭിനയിക്കാൻ നിൽക്കണ്ട. അന്ന് രാത്രിയിൽ ആ 3 പിള്ളേരുള്ള സ്ത്രീ മരിച്ച സമയത്ത് നീ എന്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞായിരുന്നല്ലോ, നിനക്ക് എന്തോ ഡബിൾ ഡ്യൂട്ടി ഉണ്ട്, നീ അങ്ങോട്ടേക്ക് പോയതാന്ന്. പക്ഷെ അന്ന് നിന്റെ ആ ഒരു ലിസ്റ്റ് കാര്യങ്ങൾ ഞാൻ എടുത്ത് ചെക്ക് ചെയ്തപ്പോൾ നീ അങ്ങനെ ഒരു ഡ്രൈവിന്, അതായത് അങ്ങനെ ഒരു ഓട്ടത്തിന് പോയിട്ടില്ല എന്നാണ് ആ ലിസ്റ്റിൽ കാണിക്കുന്നത്. സോ ആ രാത്രിയിൽ നീ എന്താക്കായിരുന്നു? ഇത് കേട്ട ഗബ്രി തലയിൽ കൈവച്ചു പോണ്. എന്റെ അമ്മേ, നീ എങ്ങോട്ടേക്ക് ഈ പറഞ്ഞു വരുന്നേ? നീ എന്തൊക്കെ ഈ ചിന്തിച്ചു കൂട്ടുന്നേ? അവസാനം നീ എന്നെ ഒരു സീരിയൽ കില്ലർ ആക്കാൻ പോവാണല്ലേ? ഒരു കാര്യം ചെയ്യ്, ഒറ്റയ്ക്ക് വീട്ടിലിരിക്കുക. നീ ഒറ്റയ്ക്ക് ഇരുന്ന് ആലോചിച്ച് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കുക. ഞാൻ എന്തായാലും പുറത്തു പോയിട്ട് വരാം, എനിക്ക് ആകെ പ്രാന്ത് പിടിക്കുന്നുണ്ട് പറഞ്ഞിട്ട് അവൻ വീട് വിട്ട് ഇറങ്ങുകയാണ്. പിന്നെ കുറെ നേരത്തേക്ക് വീട്ടിലേക്ക് വന്നൊന്നുമില്ല കേട്ടോ. വൈകുന്നേരം ആയപ്പോൾ അവളാണെങ്കിൽ ജോലിക്ക് പോവാണ്. പിന്നീട് മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഡോക്ടറോട് പോയിട്ട് അവൾ സംസാരിക്കുന്നുണ്ട്. എന്നാൽ ആ സമയത്ത് ഡോക്ടർ ക്ലെമന്റ് പറയുന്നത്, റോസ്ലിൻ എനിക്ക് നിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി നിന്നെ ഒന്ന് കൗൺസിൽ ചെയ്തു ഒന്ന് ഓക്കെ ആക്കണമെങ്കിൽ നിന്റെ ലൈഫിൽ എന്താ സംഭവിച്ചത്, എന്ത് ട്രോമയാണ് നിനക്കുള്ളത്, അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റിയാലേ എനിക്ക് അതിനനുസരിച്ചുള്ള പരിഹാരം പറഞ്ഞുതരാൻ പറ്റുള്ളൂ. ഇപ്പൊ റോസ്ലിൻ പറയണ, ഡോക്ടറെ അത് ഞാൻ പറയണോ? എനിക്ക് ഓർക്കാൻ പോലും പറ്റാത്ത അല്ലെങ്കിൽ താല്പര്യമില്ലാത്തൊരു കാര്യമാണ്, പക്ഷേ അതെങ്ങനെ ഞാൻ പറയും? പക്ഷേ ഡോക്ടർ ക്ലെമന്റ് അയാളുടെ നിർബന്ധപ്രകാരം അവൾ അത് പറയുന്നുണ്ട്. വളരെ ചെറിയ പ്രായത്തിൽ അവളുടെ അച്ഛൻ അവളെ എല്ലാ രീതിയിലും അബ്യൂസ് ചെയ്തിട്ടുണ്ട്. അവളുടെ അച്ഛന്റെ ആ ഒരു പീഡനം ഒരുപാട് സഹിച്ച് അവൾ അങ്ങനെ നിന്ന സമയത്തും അവളുടെ ഉള്ളിൽ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, അവളുടെ അമ്മ വന്നിട്ട് അവളെ സഹായിക്കുമെന്ന്. ഇതെല്ലാം പറയുന്ന സമയത്ത് അവൾ വല്ലാതെ ഇമോഷണൽ ആയി പോവാണ്. അതുകൊണ്ട് തന്നെ ഡോക്ടർ ക്ലെമന്റ് പറയണേ, ഓക്കെ ഇനിയിപ്പോ കുറച്ച് നേരം ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കുന്നു പറയണം. അവളും ഉള്ളിലുള്ള ആ ഒരു വിഷമെല്ലാം ഒന്ന് തുറന്ന് പറഞ്ഞപ്പോൾ ഒന്ന് റിലാക്സ് ആവുന്നുണ്ട്. ആ സമയത്താണ് അവൾക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നത്. കറക്റ്റ് പോയിന്റ് ആണ്. അതായത് അന്ന് കൊല്ലപ്പെട്ട ഒരു സ്ത്രീ ഉണ്ടല്ലോ, 3 കുട്ടികൾ ഉണ്ടായിരുന്ന ആ ഒരു സ്ത്രീ, അവര് കൊല്ലപ്പെടുന്നതിന്റെ തലേന്ന് ഞാനും എന്റെ ഹസ്ബൻഡായിട്ടുള്ള ഗബ്രിയും കൂടെ കുറെ ഫയൽ എടുത്തു വെക്കുമ്പോൾ ആ സ്ത്രീയുടെ ഫയൽ ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു. അതായത് അവർ ഈ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. എന്തായാലും ആ ഫയൽ എന്റെ ഹസ്ബൻഡായിട്ടുള്ള ഗബ്രി കണ്ടിട്ടുണ്ട്. മാത്രമല്ല ചില കാര്യങ്ങൾ കൂടെ ഒന്നും കൂടെ വ്യക്തമായിട്ട് റോസ്ലിൻ പരിശോധിച്ച സമയത്ത് ആ രഹസ്യം അവൾ മനസ്സിലാക്കി. ഈ കൊല്ലപ്പെടുന്ന എല്ലാ സ്ത്രീകളും ഒരു സമയത്ത് ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്ന പേഷ്യൻസ് ആണ്. 100% ഇപ്പോഴും ഉറപ്പിക്കാൻ പറ്റില്ല. അതായത് ഇവിടെയുള്ള ഫയലുകളിൽ നിന്നാണ് ആ സ്ത്രീകളുടെ അഡ്രസ് ആരൊരാൾ എടുക്കുന്നത്. അത് ചിലപ്പോൾ എന്റെ ഭർത്താവ് ആവാനുള്ള സാധ്യതയുണ്ട്, അതായത് ഗബ്രി. എന്തായാലും പോലീസിനോട് ഈ ഒരു കാര്യം നമുക്ക് പെട്ടെന്ന് ഇൻഫോം ചെയ്താലോ എന്ന് ഇപ്പൊ ക്ലെമന്റിനോട് ചോദിക്കുമ്പോൾ ക്ലെമന്റ് പറയണം, അത് പിന്നെ നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ എന്ന് പറയണം. ഓക്കെ ഡോക്ടറെ, ഞാൻ എന്തായാലും ആ ഒരു ഇൻസ്പെക്ടർ ഉണ്ടല്ലോ മെർലിൻ, അദ്ദേഹത്തോടൊന്ന് സംസാരിക്കാൻ പോവാന്ന് പറയണം. അങ്ങനെ മെർലിനെ ഇപ്പൊ ഇങ്ങോട്ടേക്ക് റോസ്ലിൻ വിളിച്ചു വരുത്താണ്. അവള് മനസ്സിലാക്കിയ കാര്യങ്ങൾ പറയണം. അതായത് കൊല്ലപ്പെടുന്ന ഓരോ സ്ത്രീകളും ഒരു സമയത്ത് ഈ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു. ഇവിടുന്ന് അവരുടെ ഫയലുകൾ എടുത്തുകൊണ്ടാണ് കൊലയാളി അവരെ ടാർഗറ്റ് ചെയ്യുന്നത്. അതായത് റോസ്ലിനെ നീ പറയുന്നത് നിന്റെ ഹസ്ബൻഡ് ഇങ്ങോട്ടേക്ക് വന്ന് അയാൾക്ക് കൊല്ലാനുള്ള ഇരകളെ അയാൾ ഇവിടെ വെച്ചാണല്ലേ കണ്ടുപിടിക്കുന്നത്. ഇപ്പൊ റോസ്ലിൻ പറയണം, സാറേ എനിക്ക് ആ കാര്യത്തിൽ നല്ല സംശയമുണ്ട്, എന്തായാലും ഞാനും ഒന്നുകൂടെ ഒന്ന് പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന കുറേ അധികം ഫയലുകൾ ഇപ്പൊ മെർലിൻ നോക്കുന്നുണ്ട്. അങ്ങനെ കുറെ നേരം കുറെ ഫയലുകൾ നോക്കിയതിനു ശേഷം മെർലിനെ ഞെട്ടിക്കുന്ന ഒരു ഫയൽ അയാൾക്ക് കിട്ടി. ആ ഫയലുമായിട്ട് നേരെ ഇപ്പോൾ നമ്മുടെ റോസ്ലിന്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് അവൾക്ക് അത് കൊടുക്കുന്നുണ്ട്. ആ ഫയൽ മറ്റാരുടേതായിരുന്നില്ല, അത് റോസ്ലിന്റെ ഫയൽ തന്നെയായിരുന്നു. അതിനർത്ഥം കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഈ ആശുപത്രിയിൽ ചെറിയ മെന്റൽ പ്രോബ്ലം ഉള്ള ഒരു പേഷ്യന്റ് ആയിട്ട് അഡ്മിറ്റ് ആയ ആളായിരുന്നു ഈ റോസ്ലിൻ. സത്യം പറഞ്ഞാൽ റോസ്ലിൻ വരെ ആ ഒരു കാര്യം മറന്നു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഫയലിൽ ഒരു കാര്യം കൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് ഇച്ചിരി ഡേഞ്ചർ ആയിട്ടുള്ള കാര്യം. അവളുടെ ചെറിയ പ്രായത്തിൽ അവൾ ഒരാളെ കത്തി വെച്ച് കുത്തിയിട്ടുണ്ട്. അതിന്റെ പേരിൽ അവൾ ജയിലിലും പോയിട്ടുണ്ട്. സോ ഈ കാര്യം അറിഞ്ഞ സമയത്ത് ഈ ഇൻസ്പെക്ടർ മെർലിൻ ഒന്ന് ഞെട്ടുകയാണ്. അതായത് ഈ കാര്യമൊന്നും നീ എന്നോട് ഇതുവരെയായിട്ടും പറഞ്ഞിട്ടില്ലല്ലോ, നിന്റെ ഹസ്ബൻഡിനോട് സംസാരിച്ച സമയത്തും അവനും ഇതെന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അതിനർത്ഥം അവൻ ഈ കാര്യം അറിയില്ല എന്നല്ലേ. അതുപോലെ തന്നെ റോസ്ലിനെ ഇനിയിപ്പം നിന്റെ ഹസ്ബൻഡ് ആണ് യഥാർത്ഥ കില്ലറെങ്കിലും നിന്റെ ഒരു മൊഴി ഉണ്ടെങ്കിലും ശരി അയാൾക്കെതിരെ അതൊരു സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ് ആയിട്ട് കണക്കാക്കില്ല. കാരണം നീ ഇതുപോലെ മെന്റൽ പ്രശ്നമായിട്ട് ഹോസ്പിറ്റലിൽ കിടന്ന ആളാണ്. അതുപോലെ തന്നെ നീ പറയുന്ന കാര്യങ്ങൾ എനിക്കും വലിയ വിശ്വാസമൊന്നുമില്ല, ഇതൊക്കെ ചിലപ്പോൾ നിന്റെ തോന്നലായിരിക്കും. അതുപോലെ തന്നെ എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ സംശയിച്ചൂടെ, മെന്റൽ പ്രശ്നമുള്ള നീ തന്നെയാണ് ഈ ഒരു സ്ത്രീകളെയൊക്കെ കൊല്ലുന്നതെന്ന്. ഇപ്പൊ റോസ്ലിൻ ആകെ ഞെട്ടുകയാണ്. അവസാനം വാദി പ്രതിയായോ എന്ന രീതിയിൽ ഇപ്പൊ ഈ ഒരു മെർലിനെ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ മെർലിൻ പറയാണ്, ചിലപ്പോൾ റോസ്ലിന് ഇതൊക്കെ നിന്റെ തോന്നലായിരിക്കും, ഹസ്ബൻഡിന്റെ കൂടെ നന്നായിട്ട് ജീവിക്കാൻ നോക്കുന്ന പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോവാണ്. എന്തായാലും ഇതിനുശേഷം ഡോക്ടർ ക്ലെമന്റിനെ കണ്ട് സംസാരിക്കാനായിട്ട് അവൾ നേരെ മുകളിലേക്ക് പോവാണ് കേട്ടോ. ഒന്ന് മനസ്സ് തുറക്കാം എന്ന് തന്നെ അവൾ തീരുമാനിക്കുകയാണ്. അതായത് ചെറുപ്പത്തിൽ സംഭവിച്ച ആ ഒരു കാര്യം, എന്തിന്റെ പേരിലാണ് അവൾ ജയിലിൽ പോയത്, ആ ഒരു കാര്യം ഡോക്ടറോട് പറയാം. അവൾ
അവളുടെ 10ാമത്തെ പിറന്നാളിന്റെ അന്ന് അവളുടെ അച്ഛൻ അവളോട് കാണിച്ചത് എന്താണെന്നറിയോ? ഒരു വല്ലാത്ത ഗിഫ്റ്റ് അവൾക്ക് കൊടുത്തു. അവളുടെ ലൈഫ് തന്നെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വല്ലാത്ത ഗിഫ്റ്റ്. ആ പീഡനം ആ ഒരു പെൺകുട്ടിക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു കേട്ടോ. ആ സമയത്തെല്ലാം അവളൊരു പ്രതീക്ഷയോടുകൂടി നോക്കിയത് അവളുടെ അമ്മയായിരുന്നു. എന്റെ അമ്മ വരും, എന്നെ സഹായിക്കും, ഈ വേദനയിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തുന്നൊക്കെ. എന്നാൽ അത് കണ്ടുകൊണ്ട് തന്നെ അത് വലിയ കാര്യമാക്കാതെ ആ സ്ത്രീ അവൾക്ക് നേരെ വാതിലടച്ചു. പിന്നീട് ചെറിയ പെൺകുട്ടിയായിട്ടുള്ള റോസലിന് മനസ്സിലായി അവളെ സഹായിക്കാൻ ഈ ലോകത്തിൽ ഒരാൾ പോലും വരില്ല. ആ നേരത്ത് അവൾക്ക് ധൈര്യം വന്നു. കേക്ക് മുറിക്കാൻ വെച്ച കത്തിയെടുത്ത് അവളൊന്നും നോക്കിയില്ല, അവളുടെ അച്ഛന്റെ വയറ്റത്തേക്ക് ഇട്ട് ഒരൊറ്റ കുത്തു കൊടുക്കുകയാണ്. മാരകമായ മുറിവുണ്ടായിരുന്ന അയാള് അധികം വൈകാതെ മരണപ്പെടുന്നുണ്ട്. ഇതിന്റെ പേരിലാണ് അവൾ ജയിലിൽ പോയത്. അതുപോലെ തന്നെ ഡോക്ടറുടെ ഒരു ഫ്ലാഷ് ബാക്ക് ഇപ്പൊ ഇവിടെ കാണിക്കുന്നുണ്ട്. പണ്ട് ഈ ആശുപത്രിയിൽ ഒരുപാട് പേഷ്യൻസ് ഉണ്ടായിരുന്നല്ലോ. അവരൊക്കെ ചികിത്സിക്കുന്ന ഒരു നല്ല ഡോക്ടറായിരുന്നു ഈ ഡോക്ടർ ക്ലെമന്റ്. മുഖം വ്യക്തമല്ല, പക്ഷേ വെള്ള മുടിയുള്ള ഒരു പെൺകുട്ടിയെ അയാൾ അവിടുത്തെ ആ ഒരു ചെയറിൽ ഇരുത്തിയിട്ടുണ്ട്. ആ പെണ്ണിനോട് നന്നായിട്ട് തന്നെ ഇയാൾ സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവളുടെ ഫയലിൽ അവളുടെ പേരുണ്ടായിരുന്നത് ജെയിൻ ഡോ എന്നായിരുന്നു. പക്ഷെ ഡോക്ടർ ചോദിക്കുകയാണ്, അല്ല നിന്റെ പേര് ശരിക്കും എന്താണ്? ഇത് തന്നെയാണോ? പറ, എന്താണ് നിന്റെ പ്രശ്നം? എന്താണ് നിന്റെ ശരിക്കും പേര്? ആ സമയത്ത് ആ ഒരു സ്ത്രീ പറയാണ്, ഡോക്ടറെ നിങ്ങൾ ഇവിടെ ഉള്ള ആളല്ലേ, നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ എന്റെ പേര് കണ്ടുപിടിക്കുന്ന പറയാണ്. എന്തായാലും ആ ഒരു ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞു. അതുപോലെ തന്നെ ഇപ്പൊ ഡോക്ടറോട് വീണ്ടും നമ്മുടെ റോസലിൻ സംസാരിക്കാൻ തുടങ്ങുകയാണ്. അതായത് ഡോക്ടർ അവനോട് ചോദിക്കുന്നുണ്ട്, നിന്റെ അച്ഛൻ മരിച്ച കാര്യം മാത്രമേ നീ പറഞ്ഞിട്ടുള്ളൂ റോസലിൻ, നിന്റെ അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചത്? ഇപ്പൊ റോസലിൻ അതും പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അതായത് അച്ഛൻ മരിച്ചതിന് ശേഷം ഒരു 10-12 ദിവസം കഴിഞ്ഞപ്പോൾ എന്റെ അമ്മയും മരണപ്പെട്ടു പോവാണ്. ആ ഒരു കാര്യം ഇപ്പൊ അവൾ ഓർക്കുന്നുണ്ട്. അതായത് അവളുടെ അമ്മയുടെ കൂടെ അവൾ ഈ ഒരു ആശുപത്രിയിലേക്ക് വന്ന കാര്യം, അതായത് ഈ സെയിം ആശുപത്രിയിലേക്ക് തന്നെ പിന്നീട് അവിടെ നടന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് തന്നെ റോസലിന് ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ട്. അതായത് അവളുടെ അമ്മ അവളുമായിട്ട് നേരെ അവരുടെ കാറിലേക്ക് വരികയാണ്. എന്നിട്ട് അവൾ ആ ഒരു കാറിലിട്ട് പൂട്ടി, ഈ ഒരു സൈക്കിള് ഇനി ഉണ്ടാവാൻ പാടില്ല, ഇത് ഇവിടെ നിർത്തണം, അതുകൊണ്ട് നീയും ഞാനും ഇനി വേണ്ടാന്ന് പറഞ്ഞിട്ട് ആ ഒരു പെൺകുട്ടിയെ, അതായത് റോസലിനെ കാറിന്റെ ഉള്ളിലേക്ക് ഇരുത്തി. കാറിന്റെ പുറത്തും അതുപോലെ തന്നെ ആ സ്ത്രീ, അതായത് റോസലിന്റെ അമ്മ, അവരുടെ ദേഹത്തും പെട്രോൾ ഒഴിച്ച് രണ്ടിനും തീ കൊളുത്തുകയാണ്. ആ സംഭവത്തിൽ റോസലിന്റെ അമ്മ വെന്ത് മരിച്ചു. പക്ഷേ റോസലിൻ വളരെ ചെറിയ പരിക്കുകളോടുകൂടി രക്ഷപ്പെട്ടു കേട്ടോ. അതാണ് ശരിക്കും റോസലിന്റെ പുറത്തുണ്ടായിരുന്ന ആ പൊള്ളിയ പാടുകൾ. അതുപോലെ തന്നെ ആ ചെറിയ പെൺകുട്ടിയെ നിങ്ങൾ കണ്ടോ? രാത്രിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് റോസലിൻ കാണാറുള്ള ആ ഒരു ചെറിയ പെൺകുട്ടി, അത് മറ്റാരുമല്ല, അത് അവളുടെ ചെറുപ്പകാലം തന്നെയാണ്. അന്ന് കാറെടുത്ത് അവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ നേരത്ത് പിന്നാലെ വീണ്ടും ആ ഒരു പെൺകുട്ടി വന്നില്ലേ, അത് തന്നെ അവള് തന്നെ. മാത്രമല്ല ആ ഒരു പെട്രോളിന്റെ സ്മെല്ല് അവൾക്ക് ഫീൽ ചെയ്തായിരുന്നല്ലോ. അതെല്ലാം ചെറുപ്പത്തിൽ ആ ഒരു ട്രോമ കാരണമാണ് അവൾക്ക് ഫീൽ ആയത്. അതായത് ചെറുപ്പത്തിലെ പല കാര്യങ്ങളും അവൾക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ട്. സോ ഈ കാര്യങ്ങളെല്ലാം ഡോക്ടറോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു ഡോക്ടർ ചോദിക്കുകയാണ്, അല്ല റോസലിനെ, നിനക്ക് നിന്റെ അമ്മയെ കാണുന്ന സമയത്ത് എന്തായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നത്? ഇപ്പൊ റോസലിൻ പറയാണ്, അത് പിന്നെ എന്റെ അമ്മയെ പോലെ വെള്ള നിറമുള്ള മുടി എനിക്ക് ഉണ്ടാവണമെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ എന്റെ വെള്ള മുടിയല്ലല്ലോ, കറുത്ത മുടിയല്ലേ. ഡോക്ടർ പിന്നെയും ചോദിക്കുകയാണ്, ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്ക്, നിന്റെ അമ്മയെ കാണുന്ന സമയത്ത് നിനക്ക് ശരിക്കും എന്താ തോന്നാറ്? കുറച്ചുകൂടെ അവള് മനസ്സിരുത്തി ആലോചിച്ച് അവളൊരു കാര്യം പറയുന്നുണ്ട്, എനിക്ക് ആ സ്ത്രീയെ കാണുന്ന സമയത്ത് കൊല്ലാൻ തോന്നുന്നു. ആ സ്പോട്ടിൽ ഡോക്ടർക്ക് മനസ്സിലായി യഥാർത്ഥ കില്ലർ ആരാണെന്ന്. അത് മറ്റാരുമല്ല, റോസ്ലിൻ തന്നെയാണ്. ഇവിടെയുള്ള ഓരോ ഫയലുകൾ പരിശോധിക്കുന്ന സമയത്ത് വെള്ള മുടിയുള്ള സ്ത്രീകളുടെ ഫയല് കാണുമ്പോൾ അവളുടെ മനസ്സ് അത് തനിയെ ട്രിഗർ ആവുകയാണ്. ആ സ്ത്രീ അവളുടെ അമ്മയാണ്. സ്വന്തം അച്ഛൻ അവളെ പീഡിപ്പിച്ച സമയത്ത് രക്ഷിക്കാൻ വരാത്ത അമ്മ, അവളെ കൊല്ലാൻ നോക്കിയ അവളുടെ അമ്മ, ആ സ്ത്രീയോട് അവൾക്ക് വല്ലാത്തൊരു പകയാണ്. ആ പക ഉള്ളിലേക്ക് വരുന്ന സമയത്ത് അവളുടെ സ്വഭാവം രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുകയാണ്. അതായത് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ആയി മാറി അവളുടെ രണ്ടാമത്തെ ആ ഒരു പേഴ്സണാലിറ്റി അതൊരു കില്ലറായി മാറി അവൾ ടാർഗറ്റ് ചെയ്ത സ്ത്രീകളെ കൊല്ലുകയാണ്. സോ ആ കില്ലർ മറ്റാരുമല്ല, റോസ്ലിൻ തന്നെയാ. സത്യം മനസ്സിലാക്കിയ റോസ്ലിൻ ഒരു മയക്കത്തിലേക്ക് പോയി. പിന്നീട് കണ്ണു തുറക്കുന്ന സമയത്ത് അവൾ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. അവളെ ഒരു ഓപ്പറേഷൻ ചെയറിൽ കിടത്തിയിരിക്കുകയാണ്. 2 കാലുകളും നന്നായിട്ട് അകത്തി വെച്ചിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ ഡോക്ടറും ഉണ്ട്. ഡോക്ടർ ചില കാര്യങ്ങൾ അവിടെ വെച്ച് ചെയ്യാൻ പോവാണ്. അവൾ ആകെ പേടിച്ചു പോയി. ഡോക്ടർ, നിങ്ങൾ എന്തേ ചെയ്യുന്നത്? എന്തിനാണ് എന്നെ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നത്? ഇപ്പൊ റോസ്ലിനോട് ഡോക്ടർ പറയാണ്, നിന്നെ കൊല്ലാൻ നേരത്ത് നിന്റെ അമ്മ നിന്നോടൊരു കാര്യം പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഈ സൈക്കിള് ഇവിടെ സ്റ്റോപ്പ് ആവണമെന്ന്. അതായത് നിന്റെ ലൈഫിൽ അയാൾ, അതായത് നിന്റെ അച്ഛൻ നിന്നെ അബ്യൂസ് ചെയ്തായിരുന്നല്ലോ, അതേ കാര്യം തന്നെ നിന്റെ അമ്മയ്ക്കും സംഭവിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ റോസലിനെ നിനക്കുണ്ടാകാൻ പോകുന്ന കുഞ്ഞിനും അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിന്റെ അമ്മ നിന്നോട് പറഞ്ഞത് ഈ സൈക്കിൾ ഇവിടെ സ്റ്റോപ്പ് ആകണമെന്ന്. അതായത് നിനക്കുണ്ടാവാൻ പോകുന്ന ആ ഒരു കുഞ്ഞിനും ഈ ഒരു അവസ്ഥ വരരുത് എന്ന്. എന്നാൽ ഈ സൈക്കിൾ ഇത് സ്റ്റോപ്പ് ആകാൻ വേണ്ടി നിന്നെ കൊല്ലേണ്ട ആവശ്യമില്ലല്ലോ. നിനക്കൊരു കുഞ്ഞ് ജനിക്കാതിരുന്നാൽ പോരെ, നീ ഒരിക്കലും ഗർഭിണിയാകാതിരുന്നാൽ പോരെ. അതിനുള്ള പണിയാണ് ഞാൻ ഇവിടെ വെച്ച് ചെയ്യാൻ പോകുന്നത്. എന്നാൽ ഇത് കേട്ട സമയത്ത് അവൾ അലറി കരയാൻ തുടങ്ങുകയാണ്. അതായത് എങ്ങനെയെങ്കിലും ഒരു കുഞ്ഞ് വേണം, ആ ഒരു ഒബ്സഷനിലാണ് അവൾ നിൽക്കുന്നത്. ആ അവളുടെ ദേഹത്താണ് ഡോക്ടർ ക്ലെമന്റ് ഈ ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്നത്. അതുവഴി അവൾക്ക് ഒരിക്കലും ഇനി കുഞ്ഞുണ്ടാകാൻ പോകുന്നില്ല. അപ്പൊ ആ ഒരു പേടിയിലും ഭയത്തിലും അവൾ വല്ലാതെ കിടന്ന് കരയാൻ തുടങ്ങുകയാണ്. എന്നാൽ ഇവിടെ വെച്ചാണ് സിനിമയെ വേറൊരു രീതിയിലേക്ക് കൊണ്ടുപോകുന്നത്. അതായത് പെട്ടെന്ന് സ്വപ്നത്തിൽ നിന്നും അവൾ ചാടി എഴുന്നേൽക്കുകയാണ്. നോക്കുമ്പോൾ അവളിപ്പോ ആ ഒരു ആശുപത്രിയിൽ തന്നെയാണ്. തൊട്ടടുത്ത് തന്നെ അവൾക്ക് ഈ ജോലി മേടിച്ചു കൊടുക്കുക. ബെത്തും കൂടെയുണ്ട്. അപ്പൊ അവളുടെ ഈ ഒരു വെഗളി പിടിച്ച കളിയെല്ലാം കണ്ട് ഇപ്പൊ ബെത്ത് ചോദിക്കാണ്, അല്ല നിനക്ക് ഈ ഒരു ജോലി മര്യാദക്ക് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇട്ടിട്ട് പോയിക്കോ, കുഴപ്പമൊന്നുമില്ല. ആ ഒരു ഡോക്ടർ ഇന്ന് വന്ന് ജോയിൻ ചെയ്യും, ഡോക്ടർ ജോൺ. അയാൾ ഇതൊക്കെ നന്നായിട്ട് ചെയ്തോളൂ എന്ന് പറയണം. ഇത് കേട്ട സമയത്ത് നമ്മുടെ റോസ്ലിൻ ഒന്ന് ഞെട്ടിപ്പോവാണ്. ഡോക്ടർ ജോണോ?
അപ്പൊ ഡോക്ടർ എർവിൻ ക്ലെമന്റ് അയാളോ എന്നിങ്ങനെ അവൾ ആലോചിക്കുന്ന സമയത്താണ് അങ്ങനെ ഒരു ഡോക്ടറെ അവൾ ഇവിടെ കണ്ടിട്ടില്ല. ഇതെല്ലാം അവളുടെ ഇമാജിനേഷൻ മാത്രമായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു എപ്പോഴേന്നല്ലേ. അതായത് ഓൾറെഡി നമ്മളൊരു കാര്യം മനസ്സിലാക്കിയതാണ്. ചില മാനസിക പ്രശ്നങ്ങൾ കാരണം റോസ്ലിൻ ഇതേ ആശുപത്രിയിൽ ഒരു സമയത്ത് അഡ്മിറ്റ് ആയിരുന്നു. ആ നേരത്ത് അവളെ ചികിത്സിച്ച ഡോക്ടർ ആയിരുന്നു ഈ ഡോക്ടർ എർവിൻ ക്ലെമന്റ്. അയാളുടെ ചികിത്സാ രീതി അത് അത്ര നല്ല രീതിയിലായിരുന്നില്ല. മാത്രമല്ല ഒരു ഫ്ലാഷ് ബാക്കിൽ വെള്ളമുടിയുള്ള ഒരു സ്ത്രീയെ ഡോക്ടർ ക്ലെമന്റ് ട്രീറ്റ് ചെയ്യുന്ന കണ്ടായിരുന്നല്ലോ. ആ വെള്ളമുടിയുള്ള പെണ്ണ് അത് മറ്റാരും ആയിരുന്നില്ല, റോസ്ലിൻ തന്നെയായിരുന്നു. അവളുടെ മുടിയുടെ നിറം യഥാർത്ഥത്തിൽ അവളുടെ അമ്മയുടെ മുടിയുടെ നിറം പോലെ തന്നെയായിരുന്നു, വെള്ള നിറമായിരുന്നു. എന്നാൽ അത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവൾ അതിന്റെ കളർ മാറ്റിയതായിരുന്നു. അതായത് അന്ന് അവിടെ അവളെ ട്രീറ്റ് ചെയ്തിരുന്ന ഡോക്ടർ ക്ലെമന്റ് അയാളുടെ ആ ഒരു ചികിത്സാ രീതി ഒട്ടും ഇഷ്ടപ്പെടാതെ വല്ലാതെ ദേഷ്യം വന്ന അവൾ എന്ത് ചെയ്തു എന്നറിയോ? ഈ സർജിക്കൽ ബ്ലേഡ് എടുത്ത് അയാളുടെ തലയിലേക്ക് കൂത്തി അങ്ങോട്ട് കയറ്റി. ഏകദേശം ഒരാഴ്ചയോളം ആ ഒരു വേദനയിൽ കിടന്നിട്ടാണ് അയാൾ മരണപ്പെട്ടത്. ഈ കാര്യം നിങ്ങൾ ഇതിനു മുന്നേ എവിടെയെങ്കിലും കേട്ടായിരുന്നോ? അന്ന് രാത്രിയിൽ റോസ്ലിനും അവളുടെ ഹസ്ബൻഡും ഫയലുകൾ എടുത്തു വെക്കുന്ന സമയത്ത് ഒരു ഫയൽ യാദൃശികമായിട്ട് കണ്ടിരുന്നില്ലേ? ഒരാളുടെ തലയിൽ ബ്ലേഡ് കയറി അയാൾ ഒരാഴ്ചയോളം കിടന്ന് നരകിച്ചാണ് മരിച്ചതെന്ന്. ആള് മറ്റാരുമല്ല, ഡോക്ടർ എർവിൻ ക്ലെമന്റ് തന്നെയാണ്. എന്തായാലും ജോലിക്കായിട്ട് ഇങ്ങോട്ടേക്ക് വന്ന സമയത്ത് റോസ്ലിൻ അവൾ അറിയാതെ അവളുടെ ഫയൽ കണ്ടു. പഴയ ആ ഒരു മെമ്മറിയിലേക്ക് പോയി. അവൾ ചുമ്മാ അവളുടെ മൈൻഡിൽ ഹാലോസിനേറ്റ് ചെയ്യായിരുന്നു ഈ കാര്യങ്ങളൊക്കെ. ഇവിടെ അങ്ങനെ ഒരു ഡോക്ടർ ഇല്ല. ബെത്ത് പറഞ്ഞ ആ ഒരു ഡോക്ടർ അയാളൊന്ന് വരികയുള്ളൂ. അതുപോലെ തന്നെ ഫയൽ എടുത്തു വെക്കുന്ന സമയത്ത് രണ്ടാള് ഒരു സ്ട്രക്ചറിൽ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നായിരുന്നല്ലോ. അതും അവളുടെ വെറും ഹാലോസിനേഷൻ മാത്രമാണ്. അതുപോലെ തന്നെ ഒരു ദിവസം ഡോക്ടർ ക്ലെമന്റും അതുപോലെ തന്നെ ഈ റോസ്ലിൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് മാർലിൻ ഇൻസ്പെക്ടർ അയാൾ വന്നു എന്ന് പറഞ്ഞ ഒരു സന്ദർഭമില്ലേ? അന്ന് ശരിക്കും എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇയാൾ പുറത്തു നിന്ന് കുറെ നേരം ബെല്ലടിച്ച് ആരും വാതിൽ തുറക്കാത്തോണ്ട് പോവുക ചെയ്തത്. അയാൾക്ക് അന്ന് ശരിക്കും റോസ്ലിനെ കാണാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് റോസ്ലിനോട് ചോദിച്ചത് ഇന്നലെ ഞാൻ വന്നപ്പോൾ നിന്നെ കണ്ടില്ലായിരുന്നല്ലോ എന്ന്. കാരണം അവൾ വാതിൽ തുറന്നിട്ടില്ലായിരുന്നു. അവൾ വിചാരിച്ചതുപോലെ ഈ ഇൻസ്പെക്ടർ മുകളിലേക്ക് പോയിട്ടുമില്ല, ഡോക്ടർ ക്ലെമന്റിനോട് സംസാരിച്ചിട്ടില്ല, അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇവളത് മനസ്സിൽ വെറുതെ ഉണ്ടാക്കിയതാണ്. അതുപോലെ തന്നെ 5ാമത്തെ നിലയിലുള്ള ബാത്ത് ടബ് അതൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു റൂം അവിടെ ഇപ്പൊ നമ്മളെ കാണിക്കുന്നുണ്ട്. ഇത് അവളുടെ ഹാലൂസിനേഷൻ അല്ല. ആ റൂമിന്റെ ചുമരിലും നിലത്തും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് എനിക്കൊരു കുഞ്ഞിനെ വേണം എന്ന രീതിയിൽ. മാത്രമല്ല അവിടെ ഒരു ഡെഡ് ബോഡി കിടക്കുന്നുണ്ട്. അതിന്റെ ചോര ഉപയോഗിച്ചാണ് അവൾ ഇതെല്ലാം എഴുതിയത്. അവിടെ മരിച്ചു കിടക്കുന്നത് അത് മറ്റാരുമല്ല, അവളുടെ കൂടെ അവളുടെ അതേ ജോലി ചെയ്യാനായിട്ട് പകൽ സമയത്ത് ഒരു പെണ്ണുണ്ടായിരുന്നില്ലേ, അവളെയാണ് കൊന്നിട്ടിരിക്കുന്നത്. മറ്റാരുമല്ല, റോസ്ലിൻ തന്നെയാണ് അവളെ കൊന്നിരിക്കുന്നത്. ഈ കാര്യം മനസ്സിലാക്കിയ ബെത്തിനെയും ജീവനോടെ വിടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് റോസ്ലിൻ ബെത്തിനെയും കൊന്നുകളയാണ്. അധികം വൈകാതെ കേസന്വേഷണം ഇങ്ങോട്ടേക്ക് എത്തും. യഥാർത്ഥ കില്ലർ അവളാണെന്ന് ശരിക്കും ഇൻസ്പെക്ടർ മെർലിൻ കണ്ടുപിടിക്കും. അപ്പൊ അതിനു മുന്നേയായിട്ട് എന്ത് ചെയ്യണം? ഈ ഹോസ്പിറ്റൽ എന്നെ കത്തിച്ചു കളയാന്ന് അവൾ തീരുമാനിക്കുകയാണ്. അങ്ങനെ ആ ആശുപത്രി അവള് കത്തിച്ചു കളയുന്നുണ്ട്. അതിൽപ്പെട്ട് അവൾ മരിക്കും എന്നൊരവസ്ഥ വന്ന സമയത്ത് പെട്ടെന്നാണ് അങ്ങോട്ടേക്ക് ഗബ്രി എത്തുന്നത്. അവൻ വേഗം തന്നെ ഫയർഫോഴ്സിനെ കൊണ്ടുവരുന്നുണ്ട്. ആ ഒരു തീയെല്ലാം അണയ്ക്കുകയാണ്. അതിൽ നിന്നും ഇപ്പൊ റോസ്ലിനെ രക്ഷപ്പെടുത്തുകയാണ്. എല്ലാവരും കരുതിയത് ആ ഒരു തീപിടുത്തത്തിലാണ് ശരിക്കും ഈ ബെത്തും അതുപോലെ അവളുടെ കൂടെ ജോലി ചെയ്ത ആ ഒരു പെൺകുട്ടിയും മരിച്ചതെന്നാണ്. അതുപോലെ തന്നെ യഥാർത്ഥ കില്ലർ ആയിട്ടുള്ള റോസ്ലിനെ ആരും സംശയിച്ചതുമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അവളുടെ ലൈഫ് സേഫ് ആണ്. കുറച്ച് ദിവസം മുന്നോട്ടേക്ക് പോയി അവളുടെ ഉള്ളിൽ ആ ഒരു ട്രോമയൊക്കെ പോയി. അതായത് അവൾ വിചാരിക്കുന്നത് എല്ലാ ആണുങ്ങളും അവളുടെ അച്ഛനെ പോലെയാണ്. സോ ആ ഒരു തോന്നൽ കൊണ്ടാണ് സ്വന്തം ഭർത്താവിനെ അവൾ അടുപ്പിക്കാതിരുന്നത്. പക്ഷെ ആ ഒരു തോന്നലെല്ലാം അവളുടെ ഉള്ളിൽ നിന്നും പോയിട്ടുണ്ട് കേട്ടോ. എല്ലാ ആണുങ്ങളും ഒരുപോലെ അല്ലാന്ന് അവൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഗബ്രിയുടെ കൂടെ കുറച്ചുകൂടെ അവൾ നന്നായിട്ട് നടത്തു. അധികം വൈകാതെ തന്നെ അവൾ പ്രഗ്നന്റ് ആവുകയാണ്. രണ്ടുപേരുടെ ലൈഫ് മാറി. രണ്ടുപേരും ഇപ്പൊ നല്ല ഹാപ്പിയാണ്. ഒരു ദിവസം അവളുടെ കുളിയെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവളുടെ വയറ്റിൽ തല വെച്ച് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഗബ്രി. കാരണം കുഞ്ഞിന്റെ ആ ഒരു തുടിപ്പ് അറിയാൻ വേണ്ടിയിട്ട്. പിന്നീട് അവൻ പോയി കഴിഞ്ഞപ്പോൾ തലയിൽ ആ ഒരു ടവൽ കഴിച്ചുകൊണ്ട് മുടി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് റോസ്ലിൻ. ആ നേരത്ത് ആ മുടിയുടെ കളർ നിങ്ങൾ കണ്ടോ? വെള്ള നിറമാണ്. ഇവിടെ ഈ സിനിമ തീരുകയാണ്. പക്ഷേ പാവം ഗബ്രിക്ക് അറിയില്ലല്ലോ അവൻ ജീവിക്കുന്നത് ഒരു ആറ്റം ബോംബിന്റെ കൂടെയാണെന്ന്. പക്ഷെ ഗബ്രിയെ റോസ്ലിൻ ഒന്നും ചെയ്യില്ല എന്ന് തോന്നുവല്ലേ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ചുമ്മാ കമന്റ് ബോക്സിൽ ഒന്ന് പറയട്ടെ. അപ്പൊ അടുത്ത വീഡിയോയിൽ ഇതുപോലെ നല്ലൊരു കഥയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ, ബൈ.